കർത്താവ് തെറ്റ് ചെയ്തിട്ടൊന്നും അല്ല കുരിശത്തറച്ച ആണോ? അല്ല. ബറാബാസിന് വിട്ട് കിട്ടുന്നത് അവരുടെ ആവശ്യമായിരുന്നു. എന്തുകൊണ്ടാ? ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളത് ഏറ്റെടുത്തു. ഞങ്ങൾ പൂർണ്ണമായിട്ടും അത് ഏറ്റെടുത്തു എന്നോർത്തിട്ട് നികേഷ് കുമാറിനോട് പിണങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും അല്ല. ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായ നിമിഷം ഏതായിരുന്നു? അമ്മ മരിച്ചപ്പോൾ ഞങ്ങളോട് കാണിച്ച ഒരു ശത്രുതാമനഭാവം ഉണ്ടല്ലോ, അത് ഞങ്ങൾ കുറച്ചും കൂടെ ഉണ്ടായി. പാവം ചെയ്യാത്തവർക്കല്ല. അങ്ങനെയാണെങ്കിൽ ആ അർജന്റീനയുടെ ആളുകളിവിടെ വന്നു കഴിഞ്ഞപ്പം അന്ന് എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ സ്റ്റേഡിയം ഞങ്ങൾക്ക് എന്തിനാ, ഞങ്ങൾ അതിൻ്റെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകും. അവിടെ അപ്പളേക്ക് മരമുറി ഉണ്ടാക്കി. എന്തായാലും മരമുറി രാവിലെ മുതൽ വൈകുന്നേരം വരെ 8 ചാനലുകൾ നിന്നിട്ട് റിപ്പോർട്ടർ ടി വിക്ക് എതിരെ അടിക്കുന്നു. ചതിക്കപ്പെട്ടിട്ടുണ്ടോ? റിപ്പോർട്ടർ ടി വി വന്നപ്പോഴോടുകൂടി എന്താ സംഭവിച്ചത്? ഈ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന എല്ലാത്തിനും ഒരു നെറി വന്നു. മനസ്സിലായോ? അതുവരെ നെറികേടായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഈ ഭരണത്തിലിരിക്കുന്ന മഹാമാന്യന്മാർക്കും ഈ ബഹുമാന്യരായ ഭരണകർത്താക്കളിൽ പല ആളുകൾക്കും അറിയാം അവരിലൊക്കെ ചെയ്തു വെച്ചേക്കുന്ന പല കാര്യങ്ങളും ഞങ്ങൾ എടുക്കുന്നു. ആ മന്ത്രിയോടൊന്ന് ചോദിക്കണം, ഫോറസ്റ്റിൽ നിന്ന് ഒരു മരം പോയിട്ടില്ലെങ്കിൽ എന്തിനാ അവരെ അറസ്റ്റ് ചെയ്തു? ക്വസ്റ്റ്യൻ ഇല്ലേ? നമുക്കൊരു പോളിസി ഉള്ളൂ. സീസണിനുള്ള സീസണും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കാവുന്ന ഒരു പോളിസി നമുക്കുണ്ട്. ബാക്കി ഞങ്ങൾക്ക് മതി. ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ, 1 ലക്ഷം രൂപ വീതം 100 പേർക്ക് ബമ്പർ സമ്മാനമായി BMW കാർ, 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. മൈജി ഓണം മാസ് ഓണം. നമസ്കാരം. ഓണമൊക്കെയാണ്. അപ്പം ഓണത്തിന് ഇന്ന് എനിക്ക് സ്പെഷ്യൽ അതിഥിയാണ്. നമുക്കറിയാം റിപ്പോർട്ടർ ടി വിയുമായിട്ട് ഞാൻ ദീർഘകാലം ജോലി ചെയ്ത സ്ഥാപനമാണ്. ആ റിപ്പോർട്ടർ ടി വിയുടെ ചെയർമാൻ റോജി അഗസ്റ്റിൻ, റോയ് സാർ എന്നാണ് ഞങ്ങൾ. റോയ് സാർ നമസ്കാരം. നമസ്കാരം. ഓണം വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാൻ തുടർത്തി ഞാൻ ഇത്തവണ വന്നതാണ്. ഒത്തിരി ഓർമ്മകളുണ്ടാവും ഓണം, അല്ലേ? നല്ല കാര്യം. പക്ഷേ ഇത്തവണത്തെ ഓണം അതിഗംഭീരമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എങ്ങനെയാണ് ഓണം? അടിപൊളി ഓണം. എങ്ങനെയാണ് ഓണാഘോഷമൊക്കെ? ഓണം എല്ലാ മലയാളികൾക്കും ഓണം പ്രത്യേകിച്ച് വിശദീകരിക്കാതെ തന്നെ അറിയാമല്ലോ. ലോകം മുഴുവനുള്ള എല്ലാ മലയാളികൾക്കും ഓണം ഭയങ്കര ഹാപ്പിയാണ്. അത്തം മുതൽ തുടങ്ങും അവരുടെ ഓണ ആഘോഷങ്ങളെല്ലാം. അത് ലോങ് ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 10 ദിവസം കഴിയുമ്പോഴേക്കും സ്കൂളൊക്കെ അടച്ച് പിള്ളേരൊക്കെ ഹാപ്പിയായി വരും. അതിനനുസരിച്ച് അടിപൊളിയായി നമ്മൾ ആഘോഷിക്കുന്നു. ഓണം ഇല്ലാതെ ഒരു മലയാളിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ഓണം എന്ന് പറഞ്ഞാൽ. അതാണ് ഓണത്തിൻ്റെ സാധാരണ ഇതിൽ. പിന്നെ ഞങ്ങളെ അപേക്ഷിച്ച് ഞങ്ങളെപ്പോഴും ഹാപ്പിയാണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓണം അതിൻ്റേതായ രീതിയിൽ നമ്മളെപ്പോഴും കൈകാര്യം ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. ഓണത്തിന് വിഭവങ്ങൾ ഉണ്ടാക്കും, ഫുഡ് കഴിക്കും, എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് ഒന്നിച്ച് പോകും, ചെറിയ ഒരു ഈവൻസൊക്കെ പ്ലാൻ ചെയ്ത് നടത്തും. അതാണ് ഓണത്തിൻ്റെ ഒരു പ്രത്യേക പരിപാടി. ഇന്നിരിക്കുമ്പോൾ വലിയൊരു വാർത്തയുണ്ട്. എന്താണെന്ന് വെച്ചാൽ റേറ്റിംഗിൽ 1-ാം സ്ഥാനം. അത് വലിയ അഭിമാനമാണ്. ഒന്ന് റേറ്റിംഗിൽ പിന്നെ ഒന്ന് പോയെങ്കിലും നമ്മൾ താഴെ പോയിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ഇരിക്കുമ്പോൾ, ഈ ദിവസം ഇരിക്കുമ്പോൾ റേറ്റിംഗിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അത് ഒരു വലിയൊരു സന്തോഷം കൂടെ നൽകുമല്ലേ? 100%. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റാഫെന്നോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റെന്നോ ഉള്ള രീതിയിലൊന്നും അല്ലല്ലോ ഈ സ്ഥാപനം കൊണ്ടു നടക്കുന്നത്. ഇതെല്ലാവരും കൂടി ഒന്നിച്ച് നടത്തി കൊണ്ടു നടക്കുന്ന വലിയൊരു സ്ഥാപനം. അത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൊണ്ടു നടക്കുക. അപ്പം ജനങ്ങൾക്ക് ഇഷ്ടമാണ് ഇത് കാണാൻ. അപ്പോൾ ഓട്ടോമാറ്റിക് റേറ്റിംഗ് വരും. ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ റിപ്പോർട്ടർ ടി വിയിലെ. എല്ലാം എന്ത് ചർച്ച ചെയ്യുമ്പോഴും റിപ്പോർട്ടർ ടി വി കണ്ടുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഓട്ടോമാറ്റിക് റേറ്റും ഭയങ്കര സന്തോഷം. എല്ലാവരും ഹാപ്പി. 3 പേരാണ് ജ്യേഷ്ഠനിയന്മാർ എന്നും എൻ്റെ അറിവിലറിയാം. റോയ് സാർ എന്നല്ലാതെ സഹോദരങ്ങൾ വിളിക്കുകയാണ്. സാർ എന്നാണ് സഹോദരങ്ങൾ വിളിക്കുന്നത്. അത് എവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും അതേ വിളിക്കും. ആ 3 സഹോദരങ്ങളൊരു യാത്ര, വലിയൊരു യാത്രയാണല്ലേ. ഒത്തിരി അച്ഛൻ്റെ മരണം, അതിനുശേഷം അമ്മയുടെ മരണം. അന്ന് അച്ഛനായിട്ട് സാറാണ് ഇവരുടെ കൂടെ. ഇപ്പോൾ അമ്മ മരിച്ചപ്പോൾ സാറിൻ്റെ വൈഫാണ് അമ്മയായിട്ട് ഇവരുടെ സ്ഥാനത്തുള്ളത്. അതൊരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ആ മരണം നടക്കുന്നത്. അപ്പം അമ്മയില്ല, 5-ാമത്തമാണ്. പക്ഷേ അമ്മയെന്ന് വെച്ചാൽ ജീവനായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു സാർ? അല്ല, മുറിവുകളൊക്കെ ലൈഫല്ലേ, മുറിവുകളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും ലൈഫിൽ. പക്ഷെ എല്ലാം നമ്മൾ തരണം ചെയ്യണം. തരണം ചെയ്ത് തന്നെയല്ലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ബ്രദേഴ്സ്, ഞങ്ങൾ ഒന്നിച്ച് തന്നെ എല്ലാം. ഒരു 3 in 1 സാമ്പ്രാണി പോലെയാണ്. അതുകൊണ്ട് വലിയ ക്വസ്റ്റ്യനൊന്നും ആരും ചോദിച്ചിട്ട് കാര്യമില്ല. അത് ആരോട് ചോദിച്ചാലും ഒരേ പോലെ. ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഒരാളില്ലെങ്കിൽ ചോദിക്കും എന്തിയാ അടുത്തയാളെന്ന്. അപ്പം
അങ്ങനെ തന്നെയാണ്, ഹാപ്പിയാണ്. അതൊന്നും അതിലൊന്നും വലിയ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ആരും തിങ്ക് ചെയ്യാറൊന്നുമില്ല. ഒരാളെ കണ്ടില്ലെങ്കിൽ ചോദിക്കുക എവിടെ എന്ത് എന്ന് മാത്രം, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ യാത്ര കണ്ടിട്ട് അസൂയപ്പെടുന്ന കുറേ സുഹൃത്തുക്കളുണ്ടാവും. സുഹൃത്തുക്കളെ പറഞ്ഞാൽ ശത്രുക്കളല്ല, സുഹൃത്തുക്കളുണ്ടാവും അസൂയപ്പെടുന്നത്. നിങ്ങൾ ഇങ്ങനെയാണല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? ചോദിക്കുന്നവരൊക്കെ ഉണ്ടാവും. എല്ലാവരും എപ്പോഴും ഞങ്ങളെല്ലാവരും 3 പേരെ ഒന്നിച്ച് പ്രതീക്ഷിക്കും. അപ്പോൾ ഒരാൾ വന്നില്ലേ, ഒരാളെ കുറവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ വന്നില്ലേ, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഇല്ലല്ലോ എന്ന് ചോദിക്കും. ഇപ്പം നമ്മളൊരു പള്ളിയിൽ പോവുകയാണെങ്കിൽ രാവിലെ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ സിംത്തേരിയിലേക്ക് പോകുന്ന വഴിക്ക് പെപ്പടമമ്മിയുടെയൊക്കെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് ചോദിക്കും, ആരെ കണ്ടില്ലല്ലോ എന്ന് പറയും. അത് ഒരു കോമൺ ഫാക്റ്റാണ്. പിന്നെ ആളുകൾക്ക് അറിയാം എല്ലാവർക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങളത് ഒരു ഇതായിട്ട് എടുക്കാറൊന്നുമില്ല. എന്നാലും എപ്പോഴും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പപ്പയുടെ മരണത്തിന് ശേഷം സാറാണ് ഇവരുടെ അച്ഛൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ ഇവരെ ആ ചിറകിൻ്റെ അടിയിലേക്ക് ചേർത്ത് പിടിച്ചാണ് രണ്ടുപേരും കൊണ്ടുവന്നത്. അതൊന്ന് ഓർത്തെടുക്കാൻ പറ്റും. പപ്പയുടെ മരണത്തിന് ശേഷമൊന്നുമല്ല, അതിന് മുമ്പ് മുതലേ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെ. ഞങ്ങൾ അങ്ങനെ പിന്നെ ചേട്ടനനിയന്മാരെന്നോ അല്ലെങ്കിൽ ഒരു ഞങ്ങൾ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു മീനിങ്, അല്ലാതെ അനിയൻ ഒരു രീതി ചേട്ടൻ ഒരു രീതി അങ്ങനെയൊന്നും ഞങ്ങൾ ഇതുവരെ അങ്ങനെയൊന്നും തിങ്ക് ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങളെപ്പോഴും ഹാപ്പിയാണ്. നമ്മൾ എന്ത് പ്രശ്നമാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ ഒരാൾ അറിയാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യാറില്ല. പിന്നെ ഒരു ഫോൺ അവിടെ ഇരിക്കുകയാണെങ്കിൽ അത് ആരുടെ ഫോണായാലും ആർക്കും എടുക്കാം. അത് ഇപ്പം പിന്നെ ചേട്ടായിൻ്റെ ഫോണ് അനിയൻ എടുത്തുന്നോർത്തോ അല്ലെങ്കിൽ അനിയൻ്റെ വൈഫ് എടുത്തുന്നോർത്തോ പ്രശ്നമൊന്നുമില്ല. അവിടെ ഫോണൊന്നും ലോക്ക് ചെയ്യാറും പാസ്വേഡൊന്നുമില്ല. അപ്പോൾ ഫോണിരിക്കുമ്പോൾ ആർക്ക് വേണേലും എടുക്കാം, എല്ലാവരും അറിയാം. അപ്പോൾ ഈ വിളിക്കുന്ന ആളെങ്കിൽ ഇപ്പം പിന്നെ എൻ്റെ വൈഫായാലും പറയും, ഉണ്ണി അത് നിന്നെ ഇന്നയാൾ വിളിക്കുന്നുണ്ട് എന്ന് പറയും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ സുജീനെയാണ് ജോസുട്ടീനാണെങ്കിൽ പറയും, എടാ നിന്നെ ഇന്നയാൾ വിളിക്കുന്നുണ്ടെന്ന് എൻ്റെ വൈഫിന് പറയാൻ പറ്റും. അതേപോലെ അവരുടെ ആണെങ്കിലും അത് രണ്ടുപേർക്കും ചേട്ടൻ്റെ ഫോൺ അടിക്കണ്ട ഇന്നയാൾ വിളിക്കണ്ടേ, അത്രേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഫോണൊന്നും അത് അത്ര വലിയ സംഭവമായിട്ട് സീരിയസ് ആയിട്ടൊന്നും നമ്മൾ കൊണ്ടെടുക്കാറൊന്നുമില്ലല്ലോ. ഫോണൊന്നും അല്ല അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് അങ്ങനെ സ്വകാര്യത ഇല്ലാത്തതുകൊണ്ട്, സ്വകാര്യതയുണ്ട്, സ്വകാര്യത ഇല്ലെന്നല്ല പറയണം, പക്ഷെ ഞങ്ങളിൽ തമ്മിൽ അങ്ങനെ ഒരു പേഴ്സണൽ ഒരു ഹൈഡ് ചെയ്യുന്നൊരു പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഒരേപോലെ തന്നെ, ഞങ്ങളെപ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കാറുള്ളൂ. അങ്ങനെ തന്നെ, അല്ലാതെ സ്വന്തമായിട്ടൊന്നുള്ള ഒരു രീതിയിൽ ആരും ചിന്തിക്കാറില്ല. അവരുമില്ല, ഞാനുമില്ല, മറ്റുള്ളവരുമില്ല, ഞങ്ങളുടെ വൈഫുമാരും ഇല്ല. അതുകൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞു മക്കളാണെങ്കിലും ഇല്ല. അവരെല്ലാവരും ഒന്നിച്ച് നടക്കും, ഒന്നിച്ച് പോവും. ഒരു വണ്ടിയിൽ സ്ഥലമില്ലെങ്കിൽ അടുത്ത വണ്ടിയിൽ എല്ലാവരും കൂടി കയറും, അത്രേ ഉള്ളൂ. എവിടെ പോകുകയാണെങ്കിലും മാക്സിമം ഒന്നിച്ച് പോകാനും ഒന്നിച്ച് നിൽക്കാനും ഒന്നിച്ച് ശ്രമിക്കുന്നു. പിന്നെ ഒരു വെക്കേഷനോ ലീവൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് എപ്പോഴും ഒന്നിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നത്. അത് മമ്മി പപ്പ ഉള്ള കാലം മുതലും അതെ. ഞങ്ങൾ പിന്നെ ഒരു വീട്ടിൽ താമസിക്കുന്നവരാണല്ലോ, അറിയാലോ. ഞങ്ങൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അത്രയും കാലം അപ്പോൾ അതിനനുസരിച്ച് അങ്ങ് പോകും. നല്ല കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പി. മമ്മി പറഞ്ഞിരിക്കുന്ന ഉപദേശം എന്തായിരിക്കും? മമ്മി പറഞ്ഞിരിക്കുന്ന ഉപദേശം ഓർത്തെടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? പപ്പ മരിക്കുന്ന കാലത്തെ അമ്മാവൻ മമ്മിയോട് പറഞ്ഞു, എടി മമ്മിയുടെ മൂത്തതാ അമ്മാവൻ. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, എടി ഇനി പപ്പ എന്തായാലും അളിയും പോയില്ലേ, ഇനി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, നീ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, അത് അവർ നോക്കിയെടുത്തോളും, അത് ഞാൻ അവർക്ക് വേണ്ടി പാർട്ടീഷൻ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്കറിയാം, അവരെടുക്കേണ്ടത് എടുക്കും, എടുക്കേണ്ടത് അത് അവർ തീരുമാനിച്ചോളും എന്നുള്ള അതൊരു വലിയ ഞങ്ങൾ ഒരു മോട്ടിവേഷനായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ അത്ര വിശ്വസ്തത കാണിച്ചിട്ടുണ്ട്. പിന്നെ ആർക്കും അങ്ങനെ ഒരു താല്പര്യമൊന്നും ഒരു എന്താ പറയുക, ഒരു വേറൊരു താല്പര്യമൊന്നും ആരോടും തോന്നിയിട്ടൊന്നുമില്ല. കാരണം ഇതിന് അല്ലെ അസറ്റിനോടോ സ്വത്തിനോടോ മുതലിനോടോ അല്ലെ അങ്ങനെയൊന്നുമില്ല. എല്ലാം എന്തുണ്ടെങ്കിലും എല്ലാവർക്കും ഉള്ള പോലെ തന്നെയാണ്. ഒരു പ്രോപ്പർട്ടി മേടിക്കുകയാണെങ്കിൽ ആര് എവിടെയുണ്ടോ അവരുടെ പേരിൽ മേടിക്കുക, അവരുടെ പേരിൽ എഗ്രിമെൻ്റ് വെക്കുക എന്നല്ലാതെ അയ്യോ ഞാൻ മേടിച്ചല്ലോ മറ്റേ ആൾ മേടിച്ചല്ലോ എന്നുള്ള ചിന്താഗതിയൊന്നും ഞങ്ങളെ വീഴ്ചയില്ല. അത് അവൻ കൂടുതൽ സമ്പാദിക്കുമോ അല്ലെങ്കിൽ അവൾ കൂടുതൽ, അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിക്കാറൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്ങോ ടെൻഷനോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിലെ MD ആൻഡ്രൂ അഗസ്റ്റിൻ MD ഉണ്ട്. അപ്പോൾ എപ്പോഴും പിന്നെ ചാനലിൽ കയറി ചർച്ച ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാമല്ലോ, പിന്നെ ഞാൻ ചെയർമാൻ അല്ലേ, എന്നാൽ പിന്നെ ഞാനല്ലേ അവിടെ പോയിരുന്ന് ചർച്ച ചെയ്യേണ്ട ആൾ, അങ്ങനെയൊന്നുമില്ല. അത് ആര് പറഞ്ഞാലും പറയുന്നതും ചെയ്യുന്നതും എല്ലാം നമുക്ക് വേണ്ടി തന്നെ. പിന്നെ എല്ലാവർക്കും അറിയാം ഞങ്ങൾ 3 പേരുമാണെന്ന്. അത് പിന്നെ ഇനി വെറുതെ ഇനിയിപ്പോൾ ഒരാൾ അവിടെ മാറി നിന്നാലും അല്ലെങ്കിൽ ഒരാൾ ചർച്ച ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ എല്ലാവർക്കും തോന്നുന്ന ഒരേ ഫീലിംഗ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ചല്ലേ തരണം ചെയ്യുന്നത്. എന്ത് സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം ഞങ്ങൾ ഒന്നിച്ച് തരണം ചെയ്യുന്നതുകൊണ്ട് അതൊന്നും ഒരു ഫീൽ ചെയ്യുന്നില്ല. ഒരു കർഷക കുടുംബമായിരുന്നു അല്ലേ? അതെ. കർഷക കുടുംബത്തിൽ നിന്ന്
ഒരു ബിസിനസ്സിലേക്കാണ് വരുന്നത്. ഇപ്പോഴും കർഷകനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ എടുത്തു നോക്കുമ്പോൾ താങ്കൾ കർഷകരുടെ കൂടെ അവിടുത്തെ ജോലിക്കാരോടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുന്നതാണ് കണ്ടത്. പക്ഷേ കർഷക കുടുംബത്തിൽ പെട്ടെന്ന് ബിസിനസ്സിലേക്കാണ് വരുന്നത്. അതെ, പല ബിസിനസ്സുകളും ഇപ്പോൾ ഒരു കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ചാനലിൻ്റെ ചെയർമാനാണ്. റിപ്പോർട്ടർ TV എന്ന് വെച്ചാൽ അത്രയും വലിയ ഒരു സ്ഥാപനമായി മാറിയിരുന്നു. എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് ആദ്യം വരുന്നത്? പണ്ട് മുതൽ ബിസിനസ്, ചെറുപ്പം മുതൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിസിനസ്സല്ലേ, കയറി ഇറങ്ങിയും ലാഭം വന്ന് നഷ്ടം വന്നൊക്കെ ഇരിക്കും. പിന്നെ കൃഷിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് മുതൽ ഗ്രാൻഡ് ഫാദർ ഏതൊരു കൃഷിക്കാരാണ്. ഗ്രാൻഡ് ഫാദർ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത് ആ ഓപ്ഷനിലൊക്കെ വാങ്ങി അവിടെ മുതലേ ഉള്ള അന്നത്തെ കാലം മുതൽ വലിയ പ്രോപ്പർട്ടികൾ വയനാട്ടിലുണ്ടായിരുന്നു. പിന്നെ ഒരു കാലഘട്ടത്തിൽ പിന്നെ ബിസിനസ്സുകളൊക്കെ താഴ്ന്നു പോകുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞ് പിന്നെയും ഡെവലപ്മെൻറ്റും ബിസിനസ്സും വീഴ്ചയും താഴ്ചയൊക്കെ ലൈഫിലുള്ളതല്ലേ. അതൊന്നും ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. നെഗറ്റീവും പോസിറ്റീവും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ കർഷകരോട് ഞങ്ങൾ കൃഷിക്കാരല്ലേ, അതിന് ഞങ്ങൾക്ക് എന്താ കൃഷി ചെയ്യുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് എല്ലാം അറിയാം. ഒരു കാര്യം പകുതി പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. ഒരു അഗ്രികൾച്ചറിനെ കുറിച്ചാണെങ്കിലും മറ്റുള്ള രീതിയിൽ. അതുപോലെ ബിസിനസ്സുകാരനും അതെ, കൃഷിയെക്കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും ഒക്കെ നമുക്കൊരു കൃത്യമായിട്ട് അറിയാം കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾ മാക്സിമം സാറ്റർഡേ സൺഡേ വയനാട്ടിലുണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളിൽ പോട്ടെ, അത് സ്റ്റേറ്റിൽ കൂടെ പോകും, എല്ലാവരെയും കാണും. സാറ്റർഡേ തന്നെ മാക്സിമം സാറ്റർഡേ പോകാൻ ശ്രമിക്കും. അപ്പോൾ സാറ്റർഡേ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണും. സൺഡേ ഇനി അഥവാ വർക്കില്ലെങ്കിൽ എല്ലാവരും വിളിച്ചു വരുത്തി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഭയങ്കര സന്തോഷം. ഒരാഴ്ചത്തെ എനർജി അവിടുന്ന് സമ്പാദിച്ചാൽ പോരെ ഇങ്ങോട്ട്. പിന്നെ പള്ളിയിൽ പോകും, പള്ളിയിൽ പോയി പിന്നെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ലഞ്ച് കഴിച്ച് ഞങ്ങൾ അന്നേരം അങ്ങ് പോരും. വൈകുന്നേരത്തോടുകൂടി ഞങ്ങൾ എറണാകുളം വരും. നെക്സ്റ്റ് വീക്കിലേക്കുള്ള കാര്യങ്ങളായി. പിന്നെ പുറത്ത് ബാക്കിയുള്ള ദിവസങ്ങൾ അബ്രോഡാണെങ്കിൽ അബ്രോഡ്, ഇവിടെയാണെങ്കിൽ ഇവിടെ, എല്ലാം ഇതായിട്ടങ്ങ് പോകുന്നു. അതുകൊണ്ട് പിന്നെ കൃഷി ഞങ്ങളൊരു പാർട്ടാണ്. കൃഷിയാണ് ഞങ്ങളുടെ അസറ്റ് മെയിൻ. അതിൽ തന്നെയാണല്ലോ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തതും ബാക്കിയുള്ള കാര്യങ്ങളും. അപ്പോൾ അതെപ്പോഴും നമുക്കത് മറക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. ഈ നെൽകൃഷി പോലും നമുക്കുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ആർക്കും നെൽകൃഷിയില്ല, പക്ഷെ നമുക്ക് നെൽകൃഷി ഉണ്ട് വയനാട്ടിൽ. നെല്ല് വരെ നമ്മളല്ലേ, ആ അരിയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല. അത് എവിടെ നിന്നും മാറി നിൽക്കാനും പറ്റില്ല, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും നമുക്ക് ഒരിക്കലും തോന്നാറില്ല. കൃഷി എപ്പോഴും വേണം. അതാണ് ചാനൽ എന്നൊരു സ്വപ്നം എത്ര നാൾ ആഗ്രഹമായിരുന്നു? റിപ്പോർട്ടർ TV പണ്ട് മുതലേ ഞങ്ങളുണ്ട്. ഇതിപ്പം പബ്ലിക്കിനോടൊക്കെ ഇപ്പം എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുമോ, അതാണ് അതിൻ്റെ അകത്ത് കാര്യം. ചാനലിനും സ്വപ്നമല്ല, റിപ്പോർട്ടർ TV തുടങ്ങിയ കാലം മുതൽ ഞങ്ങളുണ്ട്. അത് എനിക്ക് അറിയാൻ കുറേ. റിപ്പോർട്ടർ TVയുടെ ബന്ധവും ഞങ്ങൾ അറിയാം. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളത് ഏറ്റെടുത്തു, ഞങ്ങൾ പൂർണ്ണമായിട്ടും അത് ഏറ്റെടുത്തു എന്നോർത്തിട്ട് നികേഷ് കുമാറിനോട് പിണങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും അല്ല. ആളുകൾ അങ്ങനെ എന്തൊക്കെ പറയുമോ, അതൊന്നും അല്ലല്ലോ. ഞങ്ങളുടേതായ ബിസിനസ് രീതിയിൽ അങ്ങ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ബിസിനസ് ചെയ്യുന്ന കൂട്ടത്തിലൊരു ബിസിനസ് ചാനൽ. അപ്പോൾ ചാനലായപ്പോൾ കുറച്ചും കൂടി ഇൻവോൾവ്മെൻറ്റ് കൂടി, കുറച്ചും കൂടി. അപ്പോൾ എല്ലാവരും ഒരേപോലെ ഇറങ്ങി നിന്നിട്ട് ഇപ്പം ഞങ്ങൾ 3 പേരും ഇറങ്ങി നിന്ന് റിപ്പോർട്ടർ TVയിൽ വർക്ക് ചെയ്യാനുള്ള സ്പേസ് റിപ്പോർട്ടർ TVയിലില്ല. അപ്പം നമ്മൾ പുതിയ അടുത്ത ചാനൽ വരുന്നു, ഇംഗ്ലീഷ് വരുന്നു, റിപ്പോർട്ടർ വേൾഡ് എന്നും പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ചാനൽ വരുന്നു. അത് ഇന്ത്യസ് ഫസ്റ്റ് ഇംഗ്ലീഷ് ഇൻ്റർനാഷണൽ ചാനലാണ് വരുന്നത്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻ്റർവ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്ലേസ്മെൻറ്റൊക്കെ കുറേ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റുള്ള സ്ഥലത്തെല്ലാം ലൈസൻസും കാര്യങ്ങളും പ്രോസസ്സൊക്കെ മറ്റുള്ള കൺട്രിയിലേക്ക് നടക്കുന്നു. ഫസ്റ്റ് ഇന്ത്യസ് ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ചാനലാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ വരും, അതങ്ങനെ നന്നായി പോകും. അപ്പോൾ ചാനൽ കുറച്ചും കൂടി ഡെവലപ്പ്, റിപ്പോർട്ടർ ഒന്നും കൂടി വലുതാവും, വേൾഡ് വൈഡ്. ഇപ്പം മലയാളിക്ക് മാത്രം അറിയുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അറിയുന്ന റിപ്പോർട്ടർ കുറച്ചും കൂടി ആവും. ഇംഗ്ലീഷ് ആകുമ്പോൾ ഇൻ്റർനാഷണലായി. ആ രീതിയിലേക്ക് നമ്മളിത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പെട്ടെന്ന് തന്നെ ആവും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാം നടന്നു. നിങ്ങൾ 3 പേരാണ് ഈ പറഞ്ഞതല്ല എന്തിനും യോജിച്ചുള്ള തീരുമാനം. ഇതിൻ്റെയൊക്കെ ഒരു ആശയം ഉണ്ടാവുമല്ലോ, അത് ആരിൽ നിന്നാണ് എപ്പോഴും ഉടലെടുക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ 3 പേർക്ക് ആർക്കും തോന്നിയാലും 3 പേർക്കും ഒരേപോലെയാണ്. ഇപ്പോൾ ഒരാൾ തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം പറയും. പക്ഷേ ഞങ്ങൾ അത് അവസാനം സ്കൂട്ടിനി ചെയ്തിട്ട് തീരുമാനം എടുക്കുക. ആ തീരുമാനം ശരിയായാലും തെറ്റായാലും പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ ചർച്ചയോ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള ക്വസ്റ്റ്യനൊന്നും ഒരിക്കലും ചെയ്യാറില്ല. അത് ആർക്ക് മതി. ഇപ്പോൾ എനിക്ക് തോന്നാം, അവർക്ക് 2 പേർക്കും തോന്നാം, ആർക്ക് തോന്നിയാലും ഒരേപോലെ. ഇനിയിപ്പോൾ ഞങ്ങളുടെ അതിൻ്റെ ഫാമിലി, വൈഫിനോ കുട്ടിയോ ആര് ചർച്ച ചെയ്താലും അതിനകത്ത് ശരിയും തെറ്റൊക്കെ ഞങ്ങൾ നോക്കും. ഞങ്ങൾക്കൊരു പെങ്ങളും കൂടി ഉണ്ട്. ഞങ്ങൾ 3 ബ്രദേഴ്സ് മാത്രമല്ല, അവളും ഞങ്ങളുടെ ഒപ്പം തന്നെ. അളിയനുണ്ട്, പെങ്ങളുണ്ട്. പെങ്ങളുടെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, മകളുണ്ട്. ഒരു മോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 2ാമത്തെ മോൾ ഇപ്പോൾ വരും. അവളിപ്പോൾ MBA കഴിഞ്ഞ് വരുന്നു. ഒരാളിപ്പോൾ UK അവൾ വന്നു. മറ്റേ ആൾ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നു വരുന്ന ആഴ്ച. മരുമാൻ ഞങ്ങളോട്, മരുമാൻ എന്ന് വെച്ചാൽ അറിയാലോ, അപ്പോൾ അവനും ഉണ്ട്. എല്ലാവരും ഉണ്ട്.
ഒരു ഫാമിലി അല്ലേ, അതിനകത്ത് പിന്നെ അങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. അപ്പോൾ ആർക്കും അത് ഇഷ്ടം പോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു അഭിപ്രായം ആർക്കും വരാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്കൂട്ടിനി ചെയ്യും, ചിലത് അവോയ്ഡ് ചെയ്യും, ചിലത് സ്കൂട്ടിനി ചെയ്യും. അപ്പോൾ അവിടെ ആരും അതിനെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആരെയും ചോദിക്കുകയൊന്നുമില്ല. അതാണ് സാധാരണ. ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായ നിമിഷം ഏതായിരിക്കും? അമ്മ മരിച്ചപ്പോൾ. അത് പിന്നെ പറയാനുണ്ടോ? ഒരു വല്ലാത്തൊരു മരണമായിരുന്നു. സംഭവിച്ചു. നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നൊന്നുമല്ലല്ലോ, വിധീനെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ. പക്ഷെ ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ അമ്മ മരിച്ചതിനേക്കാളും ഉപരി, അമ്മ മരിക്കും, ഈ ഭൂമിയിൽ ജനിച്ചവരെല്ലാം മരിക്കും. പക്ഷെ അമ്മ മരിച്ചപ്പോൾ ഞങ്ങളോട് കാണിച്ച ഒരു ശത്രുതാമനഭാവം ഉണ്ടല്ലോ, അത് ഞങ്ങൾ കുറച്ച് മുറിവുണ്ടാക്കി. അതൊന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം അതിലൊന്നും ഒരർത്ഥമില്ല എന്ന് കണ്ടുപിടിച്ചേക്കുന്നു. അന്നെല്ലാം ഒരു മീഡിയ ഗെയിമായിരുന്നു. അതൊക്കെ എന്തോ അതിനനുസരിച്ച് കുറച്ച് ആളുകളും കൂടെ നിന്നു. പക്ഷെ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. അതെല്ലാം കഴിഞ്ഞു പോയി. അതിനെക്കുറിച്ച് ഇനിയൊന്നും റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യങ്ങളൊന്നുമില്ലല്ലോ. പക്ഷെ അമ്മേനെയും അപ്പനെയൊക്കെ ഓർക്കും. അവരില്ലാതെ നമുക്ക് ഒരു നിമിഷം മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരുടെ ആ ധൈര്യവും അവരുടെ സ്നേഹവും ഒക്കെയാണ് ഞങ്ങളുടെ ലൈഫ്. അങ്ങനെ പോകുന്നു. യാത്രയിൽ എന്നും കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നല്ലോ അല്ലേ? ഏത് പാതിരാത്രിക്ക് വന്നാലും ഞാൻ വന്നിട്ടുണ്ട്, അമ്മ കാത്തിരിക്കും. ആ ഭക്ഷണം വിളമ്പി തരാതെ അമ്മ കിടക്കില്ല. അത് നമ്മുടെ ഭാര്യമാരുണ്ടെങ്കിൽ അമ്മ വന്നിരിക്കും എന്നുള്ളതാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ വന്നിട്ടുണ്ട് അവിടെ. ഭക്ഷണം കഴിപ്പിക്കുന്ന കാര്യത്തിനാണ് സംസാരിക്കും. രാവിലെ എഴുന്നേക്കും, മക്കളുടെ കൂടെ ഇരുന്ന് സംസാരിക്കും. ഒരു ദിവസം മുന്നേ അമ്മ മുമ്പർത്ത് വന്നിരിക്കാതെ നിങ്ങൾ പുറത്തേക്ക് പോകില്ല. പറഞ്ഞ പോലെ ജനിച്ചാൽ മരിക്കണം. ഞങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾ അമ്മേനോടും അല്ലെങ്കിൽ പപ്പയുള്ളപ്പോൾ പപ്പേനോടും ഷെയർ ചെയ്യാത്തൊരു കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളൊന്നും സ്വകാര്യമായിട്ട് ചെയ്യാറില്ല. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കും. ടേബിളിൽ പിന്നെ ഫുഡ് വിളമ്പിയിരിക്കുന്ന സമയത്താണെങ്കിലും തിരക്ക് പിടിച്ച് വരികയാണെങ്കിലും ശരി, ഇപ്പോൾ വൈഫാണ് ഭക്ഷണം വിളമ്പി തരാൻ, അല്ലെങ്കിൽ ആര് എടുത്തു തന്നാലും ശരി, അമ്മയും വന്ന് ഞങ്ങളൊപ്പം ഇരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കും വരാൻ പറഞ്ഞിട്ട്. നേരത്തെ അവർ ഭക്ഷണം, ഞങ്ങൾ കുറച്ച് ലേറ്റായി പോരുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചാലും ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നിരിക്കും. ഇനി എത്ര മിഡ്നൈറ്റൊക്കെ ഞങ്ങൾ രാത്രി 2 മണിക്കൊക്കെ വരികയാണെങ്കിലും ശരി, ഞങ്ങൾ വന്നു കഴിഞ്ഞ് ബെല്ലടിച്ച് വാതിൽ തുറന്ന് വന്നു കഴിയുമ്പോൾ 90% അമ്മയെ വാതിൽ തുറക്കുക. അത് കഴിഞ്ഞിട്ട് അമ്മ വാതിൽ തുറന്ന് കഴിഞ്ഞ് വന്നിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രഷായി വന്ന് ഫേസ് വാഷൊക്കെ മുഖമൊക്കെ കഴുകിയിട്ടൊക്കെ ചെന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും ചായ കോഫി എന്തെങ്കിലും നൈറ്റാണെങ്കിലും ഒരു കോഫി കുടിക്കുമല്ലോ കിടക്കുന്നത്. അപ്പോൾ അമ്മ വന്നിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും ഒരു 10 മിനിറ്റ് സംസാരിക്കും, രാത്രിയാണെങ്കിൽ പോലും. രാവിലെ പിന്നെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നിരുന്നിട്ട് ഞങ്ങൾ എന്താണെങ്കിലും ഒരു 1 hour സംസാരിച്ചിരിക്കും ഒരു ദിവസം. സംസാരിക്കാത്ത, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും മിനിമം പറയുന്നത്, അത്രയെങ്കിലും സംസാരിക്കാത്തൊരു ദിവസം ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ പിന്നെ പപ്പയുള്ള കാലത്താണെങ്കിലും അതെ, പിന്നെ പപ്പയുള്ള കാലത്ത് കുറച്ചും കൂടി ഹെൽത്തി ആണല്ലോ ആ കാലഘട്ടമൊക്കെ. പപ്പ മരിക്കുന്ന സമയത്ത് എത്ര വയസ്സാണ്? അപ്പം മരിക്കുമ്പോൾ ഇപ്പോൾ 8 വർഷം മുമ്പ്, ഒരു 10 വയസ്സൊക്കെ ഇപ്പോൾ പറയണോ? അത് മോശമല്ലേ? അല്ല, 8 വർഷം മുമ്പാണല്ലോ. അതെ, 8 വർഷം 8 വർഷം മുമ്പ്. അല്ല, 8 വർഷം മുമ്പാണല്ലോ. പപ്പയുടെ പറഞ്ഞ 8 വർഷം മുമ്പ്. അതെ, 5 വർഷം അമ്മ പോയിട്ട്. അതെ. അപ്പം രണ്ടുപേരും അടുത്തടുത്താണ് പോകുന്നത്. അതാണ് പപ്പ സുഖമില്ലാതെ കിടക്കുമായിരുന്നു. പപ്പയ്ക്ക് ഒന്ന് പിന്നെ ഇങ്ങനെ വീണിട്ട് ഒരു ചെറിയ പാരലൈസ് പോലെ വന്നു. പപ്പ പിന്നെ ഒരു 2 വർഷത്തോളം വയ്യാണ്ടിരുന്നു. അപ്പോൾ ഹെൽത്തി ആയിരുന്നു, ഭയങ്കര ഹെൽത്തി. ഒന്ന് തട്ടി വീണതാണ് അങ്ങനെ. അപ്പോൾ ഒരു ക്ലോട്ടിങ് വന്നിട്ട് ഒന്ന് ഓപ്പറേഷൻ ചെയ്തതിൽ പപ്പ പാരലൈസ് ആയി. അങ്ങനെ പപ്പ വയ്യാണ്ടായി, ഓപ്പറേഷൻ ചെയ്തിട്ട് സക്സസ് ആയില്ല. അങ്ങനെ പപ്പ ഒരു 2 വർഷം കഴിഞ്ഞാണ് മരിക്കുന്നത്. അത് കഴിഞ്ഞ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പപ്പ മരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടേതായ രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളും കൃഷിയും പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നു. നല്ല സമയത്താണ് അന്ന്. പിന്നെ നന്നായി ഇതാകുമ്പോൾ പപ്പ. അത് കഴിഞ്ഞ് മമ്മിയുടെ മരണം അറിയാമല്ലോ. ഞാൻ അതിനെ വിശദീകരിച്ച് പറയുന്നില്ല. അതങ്ങനെ അസുഖമൊന്നും ഇല്ലായിരുന്നല്ലോ. മമ്മിക്ക് പ്രത്യേകിച്ച് അസുഖമില്ല, പക്ഷെ എന്നാലും മമ്മിക്ക് വയ്യായിരുന്നു. മമ്മി തീരെ കൊറോണ വന്നതിൽ മമ്മിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കൊറോണയുടെ സമയമായിരുന്നല്ലോ. അങ്ങനെ മമ്മിക്ക് വയ്യായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്താ പറയുക, പക്ഷേ അതിൻ്റെ തലേദിവസം ഞങ്ങൾ ഒരു 3-4 മണിക്കൂർ ഞങ്ങളെല്ലാ കഥകളൊക്കെ പറഞ്ഞ് ഒത്തിരി സംസാരിച്ച് അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വന്ന് രാത്രി വെളുപ്പിന് അമ്മ മരിച്ചു. ചതിക്കപ്പെട്ടിട്ടുണ്ടോ? 100%. ജെന്യുവനായിട്ടല്ലല്ലോ നമ്മുടെ ലോകം. നമ്മൾ
നമ്മൾ ആരോട് എത്ര ജെനുവിനിറ്റി കാണിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. ഈ ആളുകളൊക്കെ അവർക്ക് സ്വാർത്ഥതയാണല്ലോ മുമ്പിലുള്ളത്. അപ്പം സ്നേഹമുള്ളവരുണ്ട്, സത്യസന്ധന്മാർ ഒരു 80% ആണ്. പക്ഷെ ഒരു ബാക്കി 10% അല്ലെങ്കിൽ 20% ആളുകൾ അവരുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ആ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കെന്നും മറ്റുള്ളവരുടെ മുറിവല്ല ഇവരുടെ പ്രശ്നം, അവരുടെ ആ സെക്കൻഡ്സിലെ ഹാപ്പിനെസ്സാണ്. അവർ ആ 10 മിനിറ്റ് കൊണ്ട് കിട്ടുന്നൊരു സന്തോഷമാണല്ലോ ഇവർ കാണുന്നത്. ലാസ്റ്റ് ഉള്ളി തൊലി പൊളിച്ച പോലെയാണ്, ഒരു കഥയില്ല. അവസാനം എവിടെയെങ്കിലും കൊണ്ടുപോയി അത് തീർക്കും. എങ്ങനെയെങ്കിലും വലിയ ഫുൾ പേജിലായിരിക്കും 4-5 ദിവസം ന്യൂസ്. അവസാനം കൊണ്ടുപോയി പോയിന്റിൽ തീർക്കുക. ലാസ്റ്റ് വന്നിട്ട് ഒരു കണ്ണികയുടെ മൂലയ്ക്ക് കൊണ്ടുവന്നിട്ട് ഫ്രണ്ട് പേജിൽ വരുന്ന ന്യൂസ് ഒരു കണ്ണികയുടെ മൂലയ്ക്ക് കൊണ്ടുപോയി ഇങ്ങനെ സ്കൂട്ടി ചെയ്ത് അലിയിച്ച് തീർക്കുക. ഇതാ ചെയ്യണേ. അവരായാലും വല്ല ആനന്ദം കാണുന്നുണ്ടാവും. അതൊന്നും നമ്മുടെ പാർട്ടല്ല. ആര് കാണുന്നവർ കാണട്ടെ, അതിന് നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനിതിനൊന്നും ഇടപെടാറോ. ഞാൻ യൂട്യൂബ് കാണാറില്ലല്ലോ, ഫേസ്ബുക്ക് പോലും ഞാൻ അങ്ങനെ ആവശ്യമില്ലാതെ യൂസ് ചെയ്യാറൊന്നുമില്ല. ആരെങ്കിലും ഒരു ചെറിയ നമുക്ക് വല്ലപ്പോഴൊക്കെ ഒരു ചെറിയ പിള്ളേരൊക്കെ കൂടെ ഇരിക്കുമ്പോൾ ഒരു മോനൊക്കെ എടുത്തിട്ട് ഒരു പോസ്റ്റ് ചെയ്യും. അതിൽ കൂടുതൽ ഞാനിത് കാണാറില്ല. അതുകൊണ്ടെന്താ, ഇവിടെ എന്ത് ആകാശം ഇടിഞ്ഞ് വീഴുന്നെന്ന് പറഞ്ഞാലും നമ്മളത് അറിയാറ് പോലുമില്ല. എന്തിനത് കാണുന്നത്? നമ്മുടെ ടൈം അതിന് വേണ്ടി വേസ്റ്റ് ആക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഫോൺ തന്നെ ആവശ്യം, കോള് വന്നാൽ യൂസ് ചെയ്യും, അത് മാത്രം എടുക്കും. അത് കൂടുതൽ ഞാൻ ആ സാധനങ്ങൾ യൂസ് ചെയ്യാറില്ല. കൂടെ നിന്നവർ ചതിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ കൂടെ നിന്നവരും കൂടെ പോയവരും എന്നുള്ള രീതിയിലൊന്നുമില്ല. ഞങ്ങൾ 3 പേരും പരസ്പരം എന്തായാലും ജനിച്ചിട്ടില്ല. അതിൽ കൂടുതൽ എൻ്റെ പിന്നെ ഞങ്ങൾ ഫാമിലിയിൽ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകളോ അല്ലെങ്കിൽ കൂടെ ആരുമില്ല. നമ്മുടെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് അല്ലേ. ഇപ്പോൾ റിപ്പോർട്ടർ TV 10,000 സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന സ്ഥാപനമല്ലേ. എന്തെങ്കിലും ഉണ്ട് പ്രശ്നമുണ്ടോ? ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറയുന്നത്? ഇതൊക്കെ ആർക്ക് ബാധിക്കുന്നു? ആർക്കെങ്കിലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയുന്ന ആളുകളുണ്ടാവും. പക്ഷേ നമ്മുടെ ഒരു പോളിസി ഉണ്ട്, എപ്പോഴും നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. റിപ്പോർട്ടർ, റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ, ഇങ്ങനെ മീഡിയ ആളുകൾ ഫുള്ളായിട്ട് അവരുടെ മൈൻഡ് 1/2 മണിക്കൂർ മിനിമം കളയേണ്ടേ അല്ലേ? പറഞ്ഞുകൊണ്ടിരിക്കണം. അതെ, 1/2 മണിക്കൂർ. ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ മിനിമം 1/2 മണിക്കൂർ കളയണ്ടേ? 1/2 മണിക്കൂർ നമുക്ക് വേണ്ടി അവർ ചിലവാക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ. നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ആളുകൾ എന്ത് പറഞ്ഞാലും നമ്മളെ ഇഷ്ടമാണ്. അത് എന്താ ഞങ്ങൾ പോസിറ്റീവ്, ഞങ്ങളുടെ എനർജി എന്താ? ഇവരുടെ ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരുകയാണ്. ഇപ്പോൾ എന്താ സംശയം? നരേന്ദ്രമോദിയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നു, ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് എന്തൊക്കെ പറയുന്നു. ട്രംപിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയട്ടെ എന്ന് ആര് വിചാരിക്കുന്നു? ഇങ്ങനെ ഇപ്പോൾ പറയുന്നവരെ മുഴുവൻ നമ്മൾ നോക്കണോ? ആളുകൾ അങ്ങനെ എന്തൊക്കെ പറയുന്നു, ആളുകൾ അങ്ങനെ എന്തൊക്കെ കേൾക്കുന്നു, നമ്മളതൊക്കെ പറയേണ്ടതോ ഒക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവർ പറയുന്നത്. ഇവർ എവിടെയോ വല്ല ആകാശത്തിൽ നിന്ന് ഒരു കാര്യം എടുക്കുന്നു, അത് ചർച്ച ചെയ്യുന്നു. എങ്ങനെ വേണമെങ്കിലും ചർച്ചയുള്ള അധികാരം അവർക്കുണ്ടല്ലോ. അതുകൊണ്ട് അവർ ചർച്ച ചെയ്യട്ടെ. അവർ നെഗറ്റീവ് പറയണോ പോസിറ്റീവ് പറയുന്നവനല്ലേ തീരുമാനിക്കേണ്ടത്. അത് നമ്മളല്ലല്ലോ അവരോടൊന്നും അതിനെ പറയേണ്ടത്. താങ്കൾ എന്തുകൊണ്ട് അത് പറഞ്ഞതെന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അയാൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക, അയാൾ അങ്ങനെ പറയട്ടെ. മറ്റേ ആൾ ചിലപ്പോൾ മറ്റേ രീതിയിൽ തോന്നിയിട്ടുണ്ടാവും, അത് അയാളും പറയട്ടെ. ചിലവർ നമ്മളോട് ഇഷ്ടവും സ്നേഹവും കൂടുതലുള്ളവർ ഇവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ നമ്മളെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് പറയുകയും ചെയ്യുന്നത്. ഒരു കാര്യമില്ലെന്നറിയാം, എന്നാലും ഒന്ന് ഇരിക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ ഒരു എന്താ മറ്റോ തള്ളിപ്പിച്ച വലിപ്പം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വീഴുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് മറ്റോ തള്ളുന്ന കൂട്ടത്തിൽ ഇവരും കൂടെ തള്ളിക്കോട്ടെ. നമ്മളെവിടെയും വീഴുന്നുണ്ടോ? തള്ളുന്നവർക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആന കുളിക്കാൻ പോണ കഥ പോലെയാണ് അല്ലേ? അത് ഞാൻ വിശദീകരിച്ച കഥ പറയുമ്പോൾ അതിൻ്റെ മോശമുള്ള വീടുകൾ വരും അതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ആന പോയി കുളിച്ച് വന്നിട്ട് വരുമ്പോഴും ഇവരിവിടെ നിന്ന് ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? ആനയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ആനയുടെ പുറത്തിരിക്കുന്ന പാപ്പാന് വല്ല കുഴപ്പമുണ്ടോ? കുളിക്കാൻ പോകുമ്പോഴും അവിടെ ആ കഥ തന്നെയാണ്, തിരിച്ചു വരുമ്പോഴും ആ കഥ തന്നെയാണ്. അവരതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആന നിൻ്റെ പുറത്ത് കുളിക്കാതിരുന്നോ? പാപ്പാന് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ? ഇല്ല. അത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും കാണണ്ട. രാവിലെ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കണ്ണിക്ക് ഫുൾ പേജിൽ ന്യൂസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ 8 ചാനലുകൾ നിന്നിട്ട് റിപ്പോർട്ടർ TVക്ക് എതിരെ അടിക്കുന്ന 8 ചാനലുകൾ. എന്തെങ്കിലും പോയോ ഞങ്ങൾക്ക്? അല്ല, അതിൻ്റെ ഇടയ്ക്ക് ആൻഡോ സാറ് ഒരു ചലഞ്ച് വെച്ചിരുന്നു. 6 ചോദ്യങ്ങൾ ഉന്നയിച്ച് ഞാൻ ആ വാർത്ത ചെയ്താണ്. അതിനെന്തെങ്കിലും തെളിവ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ 48 മണിക്കൂർ വെല്ലുവിളിച്ചിട്ട് ആരും വന്നിട്ടില്ലല്ലോ. അതിൽ തെളിവുണ്ടെങ്കിലല്ലേ വരാൻ പറ്റുള്ളൂ. ഇതെല്ലാം വായുവിൽ നിന്നുണ്ടാക്കിയൊരു സാധനമാണ്. ഇവർക്ക് ആർക്കെങ്കിലും ആ ചലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുമോ? ചലഞ്ച് പോട്ടെ, ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതെന്തായാലും ആൻഡോ ഒരു കാര്യം ചലഞ്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ആൻഡോ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും വേറൊരാൾ പറഞ്ഞു, ഞങ്ങൾ 3 പേര് ആര് പറഞ്ഞാലും ഒരേപോലെ, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞാലും ഒരേപോലെ. ഇപ്പോൾ ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിൽ ഒരു മെമ്പർ പറയുക ആ ഒരു കാര്യം ശരിയല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ ഡൗട്ട് അത് ഏറ്റെടുത്തു. അത് റിപ്പോർട്ടർ TVയുടെ ലൈഫ് ബാധ്യതയാണല്ലോ അതിൻ്റെ അകത്ത്. അത്രയും അതിന് കാണേണ്ടുള്ളൂ. അത് ഏറ്റെടുക്കാൻ ഈ കണ്ട ആളുകൾക്ക് ഒരാൾക്ക് കഴിഞ്ഞില്ലല്ലോ. അപ്പം അത് ചർച്ചയല്ല. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് അതിൽ കൂടുതൽ അതിനൊന്നും അടഞ്ഞു. അത് അവരടങ്ങിയോ തുറക്കുകയോ
അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തുറത്ത് വായിച്ചോട്ടേന്നേ, അവർ മറന്നു പോകാതിരിക്കണം. ഞാൻ നേരത്തെ നമ്മുടെ പറഞ്ഞ എപ്പോഴും വേണമല്ലോ. ഞാൻ അതല്ല പറഞ്ഞത്, അവർ പോസിറ്റീവായിട്ട് ഞങ്ങളെക്കുറിച്ച് നെഗറ്റീവോ പോസിറ്റീവോ പറയുന്നതിൻ്റെ ഇഷ്ടമാണ് അതെന്ത് പറയണം എന്നുള്ളത്. ഈ പറയുന്ന ആളുകൾ ജീവിതത്തിൽ ഇന്ന് വരെ ഞങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു ഫോൺ ചെയ്ത് ഹലോ റോജിയേഴ്സിനല്ലേ, അല്ലെ റോയ് സാർ എന്താ സാറേ ഇങ്ങനെ ഒരു പ്രശ്നം, അല്ലെ എന്താ റോജി ഇങ്ങനെ ഒരു പ്രശ്നം എന്നൊരു ചോദിക്കണ്ടേ. ജീവിതത്തിൽ വൺ ടൈം ഒരു ഫോണിൽ പോലും സംസാരിക്കാത്ത ഒരാൾ, നേരിട്ട് കാണാത്ത ഒരാൾ ഒരാളെക്കുറിച്ച് എങ്ങനെയായിരിക്കും കുറ്റം പറയുക അല്ലെങ്കിൽ നെഗറ്റീവ് പറയുക? ഒരു പ്രാവശ്യം ജസ്റ്റ് അലി അല്ലേ എന്തെങ്കിലും ഒരു സൗണ്ടെങ്കിലും ഒന്ന് കേൾക്കണ്ടേ? അതുപോലും ജീവിതത്തിൽ കാണാത്തവരാ പറയുന്നത്. ആരോ പറയുന്നു, ഞാനെങ്ങനെ ഏറ്റു ചൊല്ലുന്നു, ഇതാണ് അലി ബറാബാസിനെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് കിടന്ന് കളി. കയ്യഫാസും കൂട്ടരും ആർത്ത് വിളിച്ചു, ഭരണകൂടങ്ങൾ ആർത്ത് വിളിച്ചു, മീഡിയേനെയും അന്നത്തെ സാഹചര്യങ്ങൾ മുഴുവൻ ആർത്ത് വിളിച്ചു. എന്തിനാ? കർത്താവിനെ കുരിശത്തറയ്ക്കാനും ബറാബാസിനെ വെറുതെ വിടാനും. കർത്താവ് തെറ്റ് ചെയ്തിട്ടൊന്നും അല്ല കുരിശത്തറച്ച, ആണോ? അല്ല, ബറാബാസിന് വിട്ട് കിട്ടുന്നത് അവരുടെ ആവശ്യമായിരുന്നു. എന്തുകൊണ്ടാണ്? കർത്താവ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? കർത്താവ് എന്താ ചെയ്തത്? ഈശോ എന്താ ചെയ്തത്? യേശു ക്രിസ്തു ഉള്ള സത്യം മുഴുവൻ വിളിച്ചു പറഞ്ഞു. അത്ര തെറ്റേ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അതിനെന്ത് ചെയ്തു? ബറാബാസിനെ വെറുതെ വിട്ട് കർത്താവിന് കുരിശത്തറച്ചു. കുരിശത്തറച്ചു കഴിഞ്ഞിട്ടോ ഇവരെന്ത് ചെയ്തു? അയ്യോ അയാൾ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു. നല്ല കാര്യമുണ്ടല്ലേ? പക്ഷെ നമ്മൾ ഇവർ ഈ പറഞ്ഞ പോലെ ഒന്ന് ആ കുരിശലൊന്നും നമ്മൾ പോയി വീഴല. കർത്താവ് മരിച്ച പോലെ ഇപ്പം ഞാൻ മരിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളിപ്പോൾ ബറാബാസിനെ വിട്ടുകൊടുക്കുക. ഇവർ സമൂഹം, ഞാൻ ചോദിക്കേണ്ട, ഭരണകൂടവും മീഡിയകളും കൂടുതലും ഒരാളെ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ, കുറച്ച് പ്ലാൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് സോഷ്യൽ മീഡിയ വർക്കേഴ്സ് ആളുകളും അവർക്ക് കുറച്ച് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യത്തിന് മുഴുവൻ ഞങ്ങൾ മറുപടി പറയണോ? ഉണ്ടോ? ആരോപണം ആർക്ക് വേണേലും ഉന്നയിക്കാമല്ലോ. സത്യത്തിൽ ആരോപണം ഉന്നയിക്കണമെന്നാ അത് തെളിയിക്കണ്ടേ അല്ലേ? അതിനല്ലേ ആൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലേ? ആരോപണം ഉന്നയിച്ചാൽ നിങ്ങൾക്ക് തെളിയിക്കാവോന്നും ഞങ്ങൾ ചോദിച്ചില്ലേ? ഓപ്പണായിട്ട് ചെയ്തില്ലേ? അലിയും ചെയ്യേണ്ടത് ഇതൊന്നും കട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ലൈവ്. എന്താ പ്രശ്നം? നമ്മൾക്ക് തെറ്റായിട്ടൊരു കാര്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അലി പേടിക്കണം. നീ അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ഞാൻ പറയണം. ഇല്ലെങ്കിൽ എന്തിനാ ഞാൻ പറയുന്നത്? അത് പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇതിനും ഞാനൊരു തെറ്റിൻ്റെ അകത്തുനിന്ന് ഒരു ശരി എടുത്ത് പറയാൻ പോയാൽ അത് ചെയ്തത് ശരി, അതിൻ്റെ ഇവർ കുറേ തെറ്റുകളാണല്ലോ ഇങ്ങനെ പറയുന്നത്. ഞാൻ അതല്ല ഇതാണ് ശരിയെന്ന് പറയാൻ പോയാൽ അവർ ആ ശരിക്കകത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കും. അതിങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കും. എന്തിനത് പറയുന്നത്? ഇപ്പോൾ 2 ദിവസം മുമ്പ് കണ്ടില്ലായിരുന്നു ഞാൻ ഇവിടെ പോയ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. അതിപ്പോൾ അറിയാത്തവരെ പിന്നെ അറിയണ്ടെന്ന് ഓർത്തിട്ടല്ല. എന്തിനതിനിപ്പോൾ റിപ്പീറ്റ് ചെയ്യും? വല്ലതുണ്ടോ സത്യം? എന്തെങ്കിലും നീതിയുണ്ടോ ഈ കാര്യത്തിലൊക്കെ? അപ്പോൾ അവർ മുക്കി, ആ വാർത്ത തന്നെ മുക്കി. മലയാള മനോരമ ഒരു 1 hour ഇട്ടിട്ടു. 1 hour ഇട്ട വാർത്ത എവിടെ പോയി? 108K ഉണ്ടായിരുന്നു. അത്രയും പേരെ എത്തിയ വാർത്ത എവിടെ പോയി? 1 മണിക്കൂറുണ്ട് ആ വാർത്ത മുക്കി വിളിച്ചില്ലേ? ബാക്കിയുള്ളവർ കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട വശങ്ങൾ മാത്രം കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ വലതുകാല് വെച്ചും കയറാൻ പറ്റില്ല, ഇടതുകാല് വെച്ചും കയറാൻ പറ്റില്ല, ചാടിയും കയറാൻ പറ്റില്ല. വലതുകാല് വെച്ച് കയറിയാൽ പറയും പുള്ളി വലതുകാല് വെച്ചാൽ കയറിയത്. നേരെ പറഞ്ഞ് ഇടതുകാല് വെച്ച് കയറിയാൽ പറയും ഇടതുകാല് വെച്ച് കയറിയത്. ചാടി കയറിയാൽ പറയും കണ്ടോ ചാടിയേ കയറിയത്. പിന്നെ എങ്ങനെ കയറും? കയറാതിരിക്കാൻ പറ്റുമോ? അത്രയോ. ഇതൊന്നും ആ രീതി കണ്ടാൽ മതി. ഇതിനൊക്കെ വേണ്ടി നമ്മുടെ ടൈം വേസ്റ്റ് ആക്കണോ? നമുക്ക് എന്തൊക്കെ പണിയുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ കുളിക്കാൻ പോകുന്നത്, കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വരും, മറ്റവൻ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചിട്ട് അതിന് നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. അതിങ്ങനെ ജീവിതത്തിൽ സത്യം ചെയ്ത സത്യത്തിൻ്റെ നീതിക്കും വഴിക്ക് പോയ ഏതെങ്കിലും ഒരു റിപ്പോർട്ടർ TV വന്നപ്പോഴോടുകൂടി എന്താ സംഭവിച്ചത്? ഈ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന എല്ലാത്തിനും ഒരു നെറി വന്നു. മനസ്സിലായോ? അതുവരെ നെറികേടായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. റിപ്പോർട്ടർ TV വന്നതോടുകൂടി മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന എല്ലാത്തിനും ഒരു നെറി വന്നു. സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളെല്ലാവർക്കും ഇഷ്ടമാണ്. കുറ്റം പറയുന്നവനും ഞങ്ങളിഷ്ടമാണ്. ഞങ്ങളുടെ ന്യൂസ് കണ്ടിട്ട്, റിപ്പോർട്ടർ TVയുടെ ന്യൂസ് കണ്ടിട്ടാണ് കുറ്റം പറയണേ. നമ്മൾ കുറ്റം പറയുന്നവൻ്റെ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ അവിടെയും റിപ്പോർട്ടർ TV ആയിരിക്കും. അത് വെച്ച് കണ്ടിട്ടായിരിക്കും നമ്മൾ നെഗറ്റീവ് പറയണേ. അത് കേട്ടിട്ടാണ് നെഗറ്റീവ് പറയുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് എന്താ ഉള്ളതെന്ന് നോക്കിയിട്ടാണ്. സത്യം കേൾക്കണമെങ്കിൽ റിപ്പോർട്ടർ TV കേൾക്കണം. നമ്മൾ മറ്റൊരു കാണിച്ച പോലെ ഈ ജാതി പണികളൊന്നും നമ്മളെടുക്കില്ലല്ലോ. ഇവരൊക്കെ ചെയ്യുന്ന പോലെ ആരെയും പർച്ചേസ് ചെയ്ത് 1 കോടിയല്ല 100 കോടി തന്നാൽ നമ്മൾ വാങ്ങാൻ പറ്റുമോ? അല്ലേ? പണത്തിന് നമ്മൾ വീഴുമോ? മനസ്സിലായോ? നമ്മൾ ന്യൂസ് ചെയ്യുന്നെങ്കിൽ സത്യമായിരിക്കണം. ഈ എഡിറ്റോറിയൽ ആരെങ്കിലും ഇടപെടാറുണ്ടോ? ഇപ്പോൾ നാളെ നീ ആ എഡിറ്റോറിയൽ ചെയ്യേണ്ടതെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? നീ ഇനി അവിടെ കയറിയിരുന്ന് ന്യൂസ് വായിക്കണ്ട, അല്ലെങ്കിൽ ഇവരോട് ചർച്ചയ്ക്ക് ഇരിക്കണ്ട, അത് ഞങ്ങളും കൂടി ഒന്ന് ആലോചിക്കട്ടെ.
അതല്ല, നീതിക്കൊത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ ആരെയും പേടിക്കണോ? എന്തിനാ പേടിക്കണേ? അല്ലെങ്കിൽ നമ്മളൊരു കാപട്യമായിട്ടൊരു കാര്യം ചെയ്യും. ഇപ്പം ഞങ്ങൾക്കും വേണമെങ്കിൽ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പം ഇവരൊക്കെ കാണിച്ച പോലെ വേണമെങ്കിൽ അതിലേക്ക് മാറാം. അല്ലെങ്കിൽ ഞങ്ങൾ LDF ചാനലാണോ, അല്ലെങ്കിൽ CPM-മാരുടെ ചാനലാണോ, അല്ലെങ്കിൽ BJP-കാരുടെ, കോൺഗ്രസ്, നമുക്ക് അങ്ങനത്തെ ചായ പോലെ ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? എല്ലാവരുടെയും നിലപാട് പറഞ്ഞാണ് പോകുന്നത്. സത്യസന്ധമായിട്ട് കളങ്കമില്ലാതെ എല്ലാവരും. പിന്നെ ന്യൂസ് കിട്ടിയാൽ ചെയ്യണ്ടേ? ഇവിടെ 4000 ന്യൂസ് 3000 ന്യൂസ് ഒരു ദിവസം ആവറേജ് വരും. അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും പ്രിയോറിറ്റി നോക്കിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട ന്യൂസുകളല്ലേ നമ്മളെടുത്ത് ചെയ്യുന്നത്. അത് 10 ഉണ്ടാകാം, 100 ഉണ്ടാകാം, വലിയ കാര്യങ്ങളുണ്ടാവും, വലിയ ന്യൂസായിരിക്കും. ആ വലിയ ന്യൂസ് നമ്മൾ ചെയ്യും. അതാണല്ലോ അത് ചെയ്യുന്ന എഡിറ്റോറിയൽ ബോർഡിനോട് ഞങ്ങൾ ആരെങ്കിലും വിളിച്ച് പറയാറുണ്ടോ അത് ചെയ്ത് ശരിയായില്ലെന്നോ, അത് വിഡ്രോ ചെയ്തു? ഞങ്ങളുടെ ഒരു ന്യൂസ് എവിടെയെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ? ഇത്രയും. പക്ഷേ ഇവരുടെയൊക്കെ ന്യൂസ് എത്രണ്ണാണ് വിഡ്രോ ചെയ്ത് പോകുന്നത്? ആ ന്യൂസ് രാവിലെ നോക്കി ന്യൂസ്, ഉദാഹരണം നമ്മൾ തന്നെ രാവിലെ നോക്കി ന്യൂസ് ഉച്ചയ്ക്കില്ലല്ലോ, എവിടെ പോയി? പക്ഷെ ഞങ്ങൾ മെറ്റയിലടക്കം പോയി പരാതി കൊടുത്തും മറ്റുള്ള രീതിയിൽ എല്ലാ രീതിയിലും ഞങ്ങളെ ഫൈറ്റ് ആവുന്ന എല്ലാ ഫൈറ്റ്സും എല്ലാ രീതിയിലും ഫൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇട്ടതൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് കണ്ടോ? ഇതിനു വേണ്ടിയൊക്കെ ശ്രമിക്കുന്നത്. അല്ലെ, ഒരു കാര്യം പേടിക്കുന്നത് എന്തിനാ? തെറ്റ് ചെയ്താൽ പേടിക്കണം. നിവർന്ന് നിൽക്കാൻ തെറ്റ് ചെയ്തില്ലാത്ത ഒരാൾ ആരെങ്കിലും പേടിക്കണോ? എവിടെയും പോയിക്കൂടെ? ആരെയും പേടിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. ആളുകൾ എങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, പൊതുജനം പലവിധം അവരിങ്ങനെ പറയും, അവർ നല്ലതും പറയും. എല്ലാത്തിനും നിയമമുണ്ട്, കോടതിയുണ്ട്. നമ്മൾ അവസാന വാക്ക് കോടതി നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ മാത്രമൊന്നും നിയമം കോടതിയും മാത്രമല്ല. ഇപ്പോൾ ഒരു GP കയറി നിന്ന് പറയുന്നതാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു ജഡ്ജി സത്യമാണെന്ന് വിശ്വസിച്ച് പോകുന്നുണ്ട് പല ജഡ്ജസും. അത് സത്യമല്ലെങ്കിലോ, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾക്ക് വന്ന ഡാമേജിന് നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ആർക്കെങ്കിലും ഡാമേജ് കിട്ടിയ ഒരാളുടെ പേര് പറയാമോ? അലി, ഒരാളുടെ പേര് പറ. നിങ്ങൾ ഡാമേജിന് പോയിക്കൊള്ളാൻ ഒരു 100 കോടി രൂപയുടെ ഒരു ഡാമേജ് സൂട്ട് നമ്മൾ ഫയൽ ചെയ്താൽ അതിൻ്റെ 10% അല്ലെങ്കിൽ 10% 1% അടച്ച് നമ്മൾ ആ സൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 25 വർഷം മിനിമം, 5 വർഷം കഴിയാതെ ഒരു സിവിൽ സൂട്ട് എടുക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു 3 വർഷം 4 വർഷം ഹിയറിംഗ് ആയിട്ട് പോകും. 8 വർഷമായി. 8 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെതിരെയോ അല്ലെങ്കിൽ പാർട്ടിക്ക് അവർ അപ്പീൽ പോകും. സ്വാഭാവികമായിട്ടും ഒരു ജഡ്ജ്മെൻറ്റ് വന്നത് അപ്പീൽ പോയാൽ അവർ 5 years കഴിയാതെ തുടങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് അതൊരു ഹിയറിംഗ് കഴിഞ്ഞിട്ട് ഡേറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് 16 വർഷമായി. അത് തന്നെയല്ലേ സുപ്രീം കോടതിയിലും പോയി കഴിഞ്ഞാൽ ഇത് വരുമോ? അത് വ്യത്യാസം. ഒരു 30 വർഷം, ഒരു 50 വയസ്സുള്ള ഒരാൾ കേസ് ഒരു ഡാമേജിന് പോയി കഴിഞ്ഞാൽ 30 വർഷം കഴിഞ്ഞിട്ട് 80 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 90 വർഷം കഴിഞ്ഞിട്ടോ കിട്ടിയിട്ട് നമ്പി നാരായണൻ എന്നാ കിട്ടിയിട്ട്. കരുണാകരൻ്റെ കാലത്ത് ഈ മനോരമയും ഇവരും ഉണ്ടാക്കിയ കള്ളക്കേസ് കൊണ്ട് ഇപ്പോൾ ഡാമേജ് 50 ലക്ഷം രൂപ. വലിയ കാര്യമായിപ്പോയി. പക്ഷെ 50 ലക്ഷം കിട്ടിയോ? 50 ലക്ഷം പ്രസ്റ്റേജിന് വേണ്ടി അല്ലല്ലോ നമുക്ക് വന്ന ഡാമേജ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ മരിച്ച സമയത്ത് എന്നെ ഒരു കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന്. അമ്മ മരിച്ച സമയം അറിയാലോ, ചെയ്ത കാര്യങ്ങളും അറിയാലോ. പക്ഷെ അതിലുണ്ടായ ഡാമേജ് ഇവർക്ക് ആർക്കെങ്കിലും തീർത്തു തരാൻ പറ്റുമോ? ഇന്ന് കേസില്ലെന്നാണ് ഇവർ പറയണേ. ഹൈക്കോടതിയിൽ ഇവർ പിന്നെ സർട്ടിഫിക്കറ്റുകളും കൊടുക്കുക, ഇന്നൊക്കെ അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന്. അതിനെന്താ മറുപടി പറയാനുള്ളത്? പറ. നിങ്ങൾ ഡാമേജിന് പോയിക്കോളാം, നിങ്ങൾക്ക് ഡാമേജ് കിട്ടൂലേന്ന്. വലിയ കാര്യമായി പോയില്ലേ? നമുക്ക് ഡാമേജ് കിട്ടിയില്ലെന്ന് വെച്ചാൽ ആർക്ക് വേണം പണം? ഇവർ ഡാമേജ് തന്നാൽ എത്ര തരും? 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 1 കോടി രൂപയോ? 10. നീ 100 കോടിക്ക് കേസ് കൊടുത്താൽ 100 കോടി തരാൻ പറ്റുന്ന ആരോളെ? ഗവൺമെൻറ്റിനുണ്ടോ? സർക്കാരിൻ്റെ പൈസ ഇല്ലാണ്ട് ഇപ്പോൾ കടമെടുത്തോണ്ടിരിക്കുക. ആരോടാ ചോദിക്കണ ഡാമേജ്? ഇനി ഒരു 50 വർഷം കഴിഞ്ഞിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത്രയേ ഉള്ളൂ. അതിലൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും വാതോരാതെ. പിന്നെ അതിനുള്ള ക്രിമിനൽ പ്രൊസീജിയറൊക്കെ ഉണ്ട്, അതൊക്കെ നടക്കും. അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാലും അവരും ഇതേപോലെ 5-10 വർഷം കഴിയുമ്പോഴേക്കും അപ്പോഴേക്കും ഇന്ന് ഈ കഥകളിൽ കേട്ടിരുന്ന പകുതി പേരുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ? അലി, പുതിയ തലമുറയ്ക്ക് അന്ന് കേട്ടിട്ട് ഇനി ഒരു പുതിയ കഥ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ആ പോളിസിക്കൊക്കെ എതിരാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്ന ഡാമേജ് നമ്മുടെയാണ്. അത് ഇവരാരും തീർത്തു തരാൻ പോകുന്നൊന്നുമില്ല. പിന്നെ ഇവരോട് ഫൈറ്റ് നമ്മുടെ ടൈം കളഞ്ഞിട്ട് പന്നിയോട് ഗുസ്തിക്ക് പോണ പോലെയാണ്. നമ്മുടെ മേത്തും ചെളിയാവും. പന്നിയോട് ഗുസ്തിക്ക് പോയാൽ എന്താ സംഭവിക്കുക? നമ്മുടെ മേത്തും ചെളിയാവും അല്ലേ? വീടുകൾ അറിയില്ലാത്തതുകൊണ്ടൊന്നല്ല, ഞാൻ അത്രയും വേണ്ട എന്നോർത്ത്. ഇവരോട് ഗുസ്തിക്ക് പോയാൽ എന്താ സംഭവിക്കുക? നമ്മളുടെ മേത്തും ചെളിയാവും. അപ്പം എന്ത് ചെയ്യുക? നമ്മൾ അതിന് പോകണ്ട. അതാണ് സാധാരണ ചെയ്യുന്നത്. അപ്പം ഇവർ എത്ര വേണേലും പറഞ്ഞോട്ടെ, അത് പറച്ചിലുകാരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ പറയണമെന്നാ. ഇവർ പോസിറ്റീവ് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞാലും നമ്മൾ അന്തരീക്ഷത്തിൽ വേണം എപ്പോഴും. അതെ, നമ്മളുണ്ട്. റിപ്പോർട്ടർ TV എന്ന് പറഞ്ഞ വാക്കുകളൂടെ അവർ പറയാൻ പറ്റുള്ളൂ. റിപ്പോർട്ടർ TVയും റോജി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും ഒരു ദിവസം രാവിലെ ഒരു ദിവസം എത്ര പ്രാവശ്യം പറയുന്നത്? മനോരമയുടെ സ്റ്റുഡിയോയിൽ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ പൈസ ചിലവാക്കുന്നത്? ആണോ?
ആർക്ക് വേണ്ടിയാണ് പൈസ ചിലവാക്കുന്നത്? മനോരമയുടെ പേപ്പർ ആർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അവർ മഷിയിട്ടടിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? റോജിയേഴ്സിനും ആൻഡോഗസ്റ്റിനും ജോസുട്ടിയേഴ്സിനും പേര് പറഞ്ഞിട്ടില്ല അടിക്കുന്നത് രാവിലെ മുതൽ, ആണോ? അതെ അതെ. വല്ല കാര്യമുണ്ടോ? ഞങ്ങളെന്താ മാപ്പിളയുടെ പേര് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രാവശ്യം ഞങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കിയിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അല്ലെ അവരുടെ കൊച്ചുമക്കളുടെ കഥ പറഞ്ഞിട്ട് വേസ്റ്റ് ആക്കിയിട്ടില്ല. യുവമാരൊക്കെ എത്രയാണ് വെട്ടിച്ചേക്കണേ? യുവമാരൊക്കെ കസ്റ്റഡിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഞങ്ങൾ എന്തെങ്കിലും അതിന് വേണ്ടി, അല്ലെ മാതൃഭൂമിയുടെ ഇപ്പോൾ പിന്നെ ലീസ് കാലാവധി കഴിഞ്ഞ് എത്ര പ്രോപ്പർട്ടി കിടക്കുന്നു? ഞങ്ങൾ ആരെങ്കിലും ഒരു അതിന് വേണ്ടി വേസ്റ്റ് ആക്കണോ? ടൈം വേസ്റ്റ് ആക്കണോ? കളയേണ്ട കാര്യമുണ്ടോ? ബാക്കിയുള്ളവരുടെ കഥയൊന്നും പറയേ, ഏഷ്യാനെറ്റിൻ്റെയും മറ്റൊൻ്റെ ഒന്നും കഥ പറയേണ്ട കാര്യമില്ല. പോട്ടെ, ഇതൊന്നും അവരെ അല്ലെ 24 എന്ത് എത്തിക്സുള്ള ഇവർക്കൊക്കെ. നമ്മളുടെ ന്യൂസ് വലിച്ചവരല്ലേ അലിക്ക് നേരിട്ട് അറിയാം, ആണല്ലോ. ഞാൻ വേറെ വിശദ വരില്ല. ഒന്ന് അന്വേഷിക്കട്ടെ, ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ അല്ലേ ചെയ്യണ്ടേ? അപ്പോൾ സത്യവും നീതിയൊന്നും ഇതിലൊന്നുമില്ല. ന്യൂസൊന്നും അല്ല കാര്യം. നല്ലൊരു ഓണക്കാലം അല്ലേ? നമ്മൾ ശരിക്കും ഇവർ രാവിലെ മുതൽ 4 ദിവസം 5 ദിവസം 10 കോളം 15 കോളം 12 കോളം വാർത്ത കൊടുത്തു. ഹാഫ് പേജ്, ഫുൾ പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ്, പിന്നെ ഓൾ കേരള പേജ്. അവർ ഹാപ്പിയായി. അതിന് ഞങ്ങൾക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ആരെങ്കിലും നമ്മളെ വിട്ടുപോയി ഓർമ്മയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ കാര്യം? നമ്മൾ ഭയങ്കരക്കാലം കൂടുതൽ ഹാപ്പി. പിന്നെന്താ അതിന് ഇതിലെല്ലാത്തിലുപരി ഒരു ചായ കുടിക്കാൻ ഹോട്ടലിൽ പോകാൻ പറ്റില്ല. എല്ലാവരും ഫോട്ടോ സെൽഫി കാര്യങ്ങൾ. അത്രയ്ക്കും നമ്മൾ എത്തിയിരിക്കുവാണ് ഇവരെ. നമുക്ക് അപ്പം നമ്മളിപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു രീതിയിൽ ഹോട്ടലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറേ പൈസ വേണ്ട, പൈസ മേടിക്കാൻ ഒരു ഹോട്ടലുകാർ മേടിക്കുക എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹം കൊണ്ടാകട്ടോ അവർ പറയണം. അല്ലാതെ ഇവർ തെറ്റായിട്ട് കാണുന്നൊന്നും വേണ്ട. അപ്പോൾ അത് വേണ്ട സാറേ എന്ന് നമുക്ക് അങ്ങനെ ഒരാളുടെ ആഹാരം കഴിച്ചിട്ട് ഇറങ്ങി പോരാൻ പറ്റുമോ? അങ്ങനെ. അപ്പോൾ മാക്സിമം ഇവർ ചെയ്ത് അത് ഇവരൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാന്നറിയോ, അത് കിട്ടുന്നത് കൂടി വിട്ടാൽ നോക്കും. റൈറ്റ്? അതല്ലേ ഇവരുടെയൊക്കെ ഒരു എത്തിക്സും ബാക്കിയുള്ള. അപ്പോൾ ഇതൊന്നും വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട. ഇപ്പോൾ ഇംഗ്ലീഷും കൂടി വന്നാലോ, ഇവർക്കറിയാം ഇവർ ചെയ്ത കാര്യങ്ങൾ 1, 2, 3 ആയിട്ട് പുറത്തു വരുന്നു. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാരാണെന്നും ആർക്കറിയാം? റിപ്പോർട്ടർ TV ആണെന്ന് ഈ ഭരണത്തിലിരിക്കുന്ന മഹാമാന്യന്മാർക്കും ഈ ബഹുമാന്യരായ ഭരണകർത്താക്കളിൽ പല ആളുകൾക്കും അറിയാം. അവരിലൊക്കെ ചെയ്തു വെച്ചേക്കുന്ന പല കാര്യങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ടെന്ന്. അതെല്ലാം ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന പല വിവാദങ്ങളും അതിൻ്റെ കൃത്യ സോഴ്സും സ്രോതസ്സും ഒക്കെ ഞങ്ങൾക്കറിയാം. അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ചാനൽ ആരാ? മറ്റവർക്ക് ചിലപ്പോൾ അറിയാതിരിക്കാം, പക്ഷെ അവർ പറയില്ല. അവരൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചേക്കാണല്ലോ. പക്ഷെ ഞങ്ങളോ ഇവരുടെ ആരെയും വിലയ്ക്ക് വാങ്ങാനോ പർച്ചേസ് ചെയ്യാനോ കിട്ടിയിട്ടില്ല എന്നോർത്തിട്ട് ഞങ്ങൾ CPM-കാർക്കോ അല്ലെങ്കിൽ BJP-കാർക്കോ അല്ലെങ്കിൽ മറ്റവർക്കോ വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരാണോ? അതൊന്നുമല്ല. അല്ലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റാഫും പിന്നെ BJP-കാരോ അല്ലെങ്കിൽ CPM-കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ആണോ? അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആർക്കെങ്കിലും രാഷ്ട്രീയമുണ്ടോ? നമ്മളിപ്പോൾ എല്ലാവരോടും നല്ല ഫ്രണ്ട്ഷിപ്പും ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കുന്നല്ലേ. അതുകൊണ്ട് എന്താ പ്രശ്നം? അപ്പം അതൊന്നും കാര്യമില്ലല്ലേ. ഇതൊക്കെ ഒരു മീഡിയയുടെ ഒരു എന്താ പറയുക, എല്ലാവരും കൂടി. ഞാൻ നേരത്തെ പറഞ്ഞ ബറാബസിനെ വെറുതെ വിടുക, കർത്താവിന് കുരിശെ തറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് കർത്താവ് ചെയ്ത തെറ്റെന്താ? അതിന് മറുപടിയൊന്നുമില്ല. അതിന് ആൻസർ പറയേണ്ട കാര്യമില്ലല്ലോ. അത് നീ തെളിയിക്കണം പറയുന്ന കൂടെ. അപ്പം അവർക്കറിയാം അന്ന് ഈ അവർ ചെയ്ത തെറ്റിന് അവരെ പിരിച്ചു പിന്നെ എന്താ പറയുക ഈ പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടതിനും അവർ അപ്പോൾ ഓരോ കാരണങ്ങൾ. അപ്പോൾ 3 ദിവസം കൊണ്ട് പണിതുണ്ടായി. അതിനിപ്പോൾ ഞങ്ങളുടെ പേരിൽ ഉണ്ടാക്കുന്ന വിവാദം. കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് മറ്റേത് പണിയുമെന്ന് പറഞ്ഞു, പള്ളി പണിയുമെന്ന് കർത്താവ് പറഞ്ഞു എന്നല്ലേ കർത്താവിൻ്റെ പേരിൽ ആരോപിച്ച കുറ്റം ആണോ? അതേപോലെ ഇപ്പം ഞങ്ങളുടെ പേരിൽ ആരോപിക്കുന്ന കുറ്റം 3 ദിവസം കൊണ്ട് ഞങ്ങളത് പറയുന്നു. തെളിവെന്താ, രേഖ എന്താ? അത് ചോദിച്ചപ്പം നോ, ഇല്ല. ഇതിലൊന്നും കാര്യമില്ലേ. ഇതിനൊക്കെ വേറെ കാറ്റുണ്ടോ? ഇതൊന്നും ഞാൻ അതിൽ കൂടുതൽ ഇതിനൊന്നും ഒരു മീനിങ്ങും കാണുന്നില്ല. ഒരു മിനിറ്റ് പോലും അതിനുവേണ്ടി നമ്മൾ കളയുന്നുണ്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് എന്നോട് എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, സാർ ടെൻഷനാകുന്നില്ല. എന്തിന്? ഞാനിത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് ഇത് കണ്ടാലല്ലേ എനിക്ക്. ഞാൻ ഇന്നലെ വയനാട്ടിലല്ലായിരുന്നു. ഇന്നലെ പണിക്കാരുടെ കൂട്ടത്തിൽ പോയി, തോട്ടത്തിൽ കൂടെ മുഴുവൻ പോയി വളം ഇടുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. എല്ലാം ഞങ്ങൾ തോട്ടത്തിൽ എസ്റ്റേറ്റൊക്കെ ഒന്ന് പോയി നോക്കി. നമ്മളതെല്ലായിടത്തും കൂടെ കണ്ട് ഹാപ്പി ആയിട്ട് ഞാൻ വൈകുന്നേരം വീട്ടിൽ നിന്ന്. എനിക്ക് ഇന്ന് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. നാളെ നമ്മൾ പണി. സാധാരണ ഇതിൽ ഞാൻ ഇങ്ങനെ പറയും ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാറുണ്ട്. ആദ്യമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുക്കാറൊന്നുമില്ല. വെറുതെ എന്തിനാന്നേ നമ്മുടെ ടൈം കൊടുത്തിട്ട് ഇനി അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റും കുറ്റങ്ങളും കേൾക്കാനും ബാക്കിയുള്ളത് പറയാനും നമ്മളറിയാത്ത ആരാളുള്ളത്. എന്താണെങ്കിലും റോജി അഗസ്റ്റിൻ അല്ലെങ്കിൽ ആൻഡോ അഗസ്റ്റിൻ അല്ലെങ്കിൽ ജോസുട്ടി അഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്നാണല്ലോ വിളിക്കുന്നത്. ആണല്ലോ. ഞങ്ങളെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ പറഞ്ഞാൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിന്?
ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ആദ്യം സ്വാർത്ഥതയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ നേടണമെന്നുള്ള ചിന്താഗതിയോ നമുക്കില്ല. നമുക്കറിയുന്നത് അത് അധ്വാനിക്കേണ്ടതാണെങ്കിൽ അധ്വാനിച്ച് ചെയ്യാൻ, പിന്നെ ബിസിനസ് ചെയ്യാനാണെങ്കിൽ ബിസിനസ് ചെയ്ത് കഴിയാൻ, കൃഷി എടുത്ത് ചെയ്യാനാണെങ്കിൽ കൃഷി എടുത്ത് ജീവിക്കാൻ നമുക്കറിയാമല്ലോ, അതിന് സാഹചര്യം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എന്നെ നേരിട്ട് കണ്ടൊരു ഫോണിൽ പോലും സംസാരിച്ച ഒരാൾ എന്നോട് പറയില്ല, നേരിട്ട് കേട്ട ഫോണിലെങ്കിലും സംസാരിച്ചിട്ട് ഒരാൾ ബാക്കിയുള്ളവർ പറയുന്നതിന് നമുക്ക് എങ്ങനെയല്ലേ മറുപടി പറയാൻ പറ്റുക? കണ്ടിട്ടോ കേട്ടിട്ടോ വല്ലതും ആണോ? അവൻ പറയുന്നത് കേട്ടു, ഇവൻ പറയുന്നത് കേട്ടു, അങ്ങനെ കേട്ടു, ഇങ്ങനെ കേട്ടു, എന്താ നിങ്ങളുടെ അടുത്തുള്ളത്? അതറിയില്ല, അവൻ പറഞ്ഞതാ, അവൻ പറഞ്ഞ അവൻ്റെ അടുത്തോ, അല്ല അവൻ മറ്റവൻ പറഞ്ഞ എന്ന് പറയും. അത്ര അതൊന്നും കാര്യമില്ലെന്ന്. അല്ല, അത് തന്നെയാണ് ഇവിടെ വിവാദങ്ങളുണ്ടായപ്പം അർജുൻ്റെ നിന്നുള്ള മെയിൽ ഇവിടെ പുറത്തു വിട്ടാണ്. പ്രശ്നങ്ങൾ വഷളാക്കുകയല്ല, നടപടി ഉണ്ടാക്കുക എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ വരാൻ തയ്യാറെന്നിരിക്കും ഒരു മെയിൽ വന്നത്. ഇപ്പോഴും വലിയ അവിടെ ആർബിട്രേഷൻ നടക്കുന്നുണ്ട്. ഒരു ഡേറ്റ് കഴിഞ്ഞു, 4 ഡേറ്റ് അവറ്റ പോസ്റ്റ് ചെയ്തേക്കണം. ഫെബ്രുവരിയോട് കൂടിയായിട്ട് തീരും. 4 ഡേറ്റും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ഇപ്പോൾ അവരുടെ ഞങ്ങൾ കൊടുത്തു, അവരുടെ ഇത് സെപ്റ്റംബർ 2 മറ്റു വരും, അടുത്ത ഡേറ്റ് വരും, അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേറ്റിന് തീരും. 4 ഡേറ്റ് 5 ഡേറ്റേ ഉള്ളൂ, ആകെ അത്രേ ഉള്ളൂ. അവർക്കറിയാലോ ഞങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തതാണെന്നും ഞങ്ങൾക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് തന്നിട്ടുണ്ടെന്നും ഞങ്ങൾ പേയ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്നും പിന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നും അവർക്കറിയാലോ. പിന്നെ ഇവിടുത്തെ പ്രത്യേക സാഹചര്യം കൊണ്ട് അന്ന് കളിക്കാൻ പറ്റില്ല. രണ്ടാമത് യുദ്ധമായിപ്പോയി, ഇലക്ഷനായിപ്പോയി, പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊക്കെ വന്നുപോയി. നമുക്ക് അന്ന് കളിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫൈനലിസ്മ കളിച്ചോ ഖത്തറിൽ? മാറ്റി വെച്ചില്ലേ. എന്താ ന്യായം പറയണേ? ഇവിടെ എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ടായിരുന്നു? ഫസ്റ്റിൽ നമുക്ക് ട്രിവാൻഡ്രം സ്റ്റേഡിയം ആയിരുന്നു, അത് പിച്ച് മാറ്റി കളിക്കാൻ ടൈമില്ലാതെ വന്നു. നമ്മൾ കല്ലൂർ വന്നപ്പോൾ ഇരിക്കാൻ പോലും പറ്റാത്ത സ്റ്റേജായിരുന്നു. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് അന്ന് ഇവർ പറഞ്ഞത് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു, മാക്സിമം ശ്രമിച്ചു. അപ്പോഴേക്കും പിന്നെ ടൈം കുറേ ഡിലേ വന്നു, വേൾഡ് കപ്പ് വന്നു. പിന്നെ മാർച്ച് വിൻഡോയിൽ കളിക്കാൻ വരാമെന്ന് പറഞ്ഞു. മാർച്ച് വിൻഡോ അവർ ഈ ഫിഫയുടെ വിൻഡോയിലല്ലേ കളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ പരിമിതികളുണ്ടല്ലോ. ആ വിൻഡോയിൽ കളിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് മാർച്ച് വിൻഡോയിൽ കളിക്കാൻ പറഞ്ഞു. മാർച്ച് വിൻഡോയിൽ പെട്ടെന്ന് യുദ്ധം വന്നു. പിന്നെ നമ്മളെ ഖത്തറിൽ മറ്റേ യുദ്ധം വന്നു. പിന്നെ ആ കൂട്ടത്തിൽ വേറെ എന്തോ ഒരു സംഭവം കൂടി വന്നല്ലോ. സമയം എന്തോ അന്ന് കളിക്കാൻ നമുക്ക് ഇലക്ഷൻ വന്നു, യുദ്ധം വന്നു, നമുക്ക് കളി നടത്താൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. പിന്നെ അവർ പറയുന്നു സെക്ടർ അടുത്ത പ്രാവശ്യം വരാം. നവംബറിൽ മറ്റേ അവർ ടൈം ചോദിക്കുന്നുണ്ട്. അവർ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും അവർക്ക് പേയ്മെൻറ്റ് തിരിച്ചു തരണമെങ്കിൽ ചെറിയ ലോസ് അല്ലല്ലോ ആ ഒരു രാജ്യത്തിന് സംഭവിക്കാൻ പോണേ. ചെറിയ അതുകൊണ്ടല്ല, പണത്തിൻ്റെ മാത്രം അല്ലെന്നേ. അവർ മേടിച്ച പൈസയുടെ പ്രശ്നമല്ല. അവർ തരില്ലെന്നോ അല്ലെങ്കിൽ നമ്മൾ ആർബിട്രേഷൻ പോകുന്നത് എന്തിനാ? ഞങ്ങൾക്ക് ഇത്ര ഡാമേജ് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് പോയി വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളതിൻ്റെ ലീഗൽ എല്ലാ വശങ്ങളും ഒരു പേയ്മെൻറ്റ്സ് പോയി അത് കിട്ടാതിരുന്നാൽ നമ്മളെല്ലാ ലീഗ് വശങ്ങളും പാലിക്കും. അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്തൊന്നും അല്ലെങ്കിൽ നമ്മളെല്ലാ പിന്നെ പാൻഡോ ഇത് പറഞ്ഞ പോലെ നമുക്കെല്ലാ പെർമിഷനും കിട്ടാതെയാണോ നമ്മൾ ഇതൊക്കെ പോയേക്കുന്നത്? പിന്നെ ഇവർക്കിപ്പോൾ എന്ത് വേണേലും പറയാലോ, പറയുന്നതിന് കുഴപ്പമില്ല. ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ എന്താ പേഴ്സണൽ റിലേഷൻ വല്ല കുഴപ്പമില്ലുണ്ടോ? ഇപ്പോൾ ഞാനും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലീഗലി അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നേ. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. അതിനകത്തിപ്പം നമുക്ക് സംസാരിക്കാൻ പാടില്ലാത്ത ബന്ധത്തിൻ്റെ കുറവുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ലല്ലോ ഇതിൻ്റെ അകത്ത്. അങ്ങനെയാണെങ്കിൽ ആ അർജൻറ്റീനയുടെ ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അന്ന് എന്താ പറഞ്ഞത്? അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ അയാൾ എന്തിനാണ് ഇവിടെ വന്നേ? ഇവർ പറയുന്ന പോലെ ആണെങ്കിൽ എന്തിനാണ് വന്നത്? അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് LDF ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ മിനിസ്റ്റർക്ക്, പഴയ മിനിസ്റ്റർക്ക് അബ്ദുറഹ്മാൻ സാറിനോ അല്ലെങ്കിൽ ഗവൺമെൻറ് ബോഡിയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ കളക്ടർക്കോ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ GCDയുടെ ഞങ്ങളുടെ അടുത്ത് 5000 10,000 അല്ലെങ്കിൽ പിന്നെ 5 കോടി മേടിക്കാമെന്ന് ഓർത്തിട്ടാണോ? അല്ലെങ്കിൽ പിണറായി മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇച്ചിരി പൈസ മേടിച്ചെടുത്തേക്കാന്ന് വിചാരിച്ചിട്ടാണോ? അങ്ങനെയാണോ ഇത്? ഒരിക്കലും അല്ല. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധ്യം അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാമെന്നേ, അറിയില്ലാത്തതുകൊണ്ടൊന്നുമല്ല. പിന്നെ അത് അഭിനയിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ണടച്ചിട്ട് ഇരുട്ടേക്കണം. ഉറക്കം നടിക്കുന്നവനെ വിളിച്ചേപ്പിക്കാൻ പറ്റില്ല, ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചേപ്പിക്കാം ഇല്ലേ? ഒറ്റ വിളിക്കാൻ എണീക്കും. നടിക്കുന്നവനെ വിളിച്ചേപ്പിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. പിന്നെ ഈ മെയിലുകളൊക്കെ അവർക്ക് വന്ന് ഞങ്ങൾക്ക് CC അല്ലേ, അപ്പോൾ അവരുടെ അടുത്ത് ഡോക്യുമെൻ്റ് ഇല്ലേ? ഇല്ലാത്തതുകൊണ്ടാണോ? അപ്പോൾ ഇതൊക്കെ ഒരു അഭിനയം. എല്ലാവരും കൂടെ ഒരു പുകമറ സൃഷ്ടി, അതിനും വലിയ കള്ളത്തറോടെ നടക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കറിയാം. അത്രേ ഉള്ളൂ സംഭവം. അത് പുറത്തു വരരുത്. പക്ഷെ പുറത്തു വരും, താമസിയാതെ പുറത്തു വരും. അതെന്താണെന്ന് അവർക്കറിയാം. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടിയ ഒരു ചെറിയ ഉടായ്പ പരിപാടി പെട്ടെന്ന് പൊങ്ങി വന്നാണ് ഇത്. ഒരു ദിവസം കൊണ്ടല്ലേ, രാവിലെ ഇങ്ങ് വരുന്നു, പിറ്റേ ദിവസം രാവിലെ ഇങ്ങ് വരുന്നു, പിന്നെ നാളെ രാവിലെ ഇങ്ങ് വരുന്നു, എന്താ GST എന്താ വെട്ടിച്ചെന്നോ എന്താ പറഞ്ഞു.
അല്ല ഇത് ഞങ്ങളുടെ അസറ്റല്ലേ അല്ലേ? ഞങ്ങൾ പിന്നെ ഒരു പ്രോപ്പർട്ടി കാര്യങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല അതിൻ്റെ GST വേണ്ട എന്നുള്ളതിൻ്റെ ഡയറക്ഷൻ ഓർഡറുകളൊക്കെ ഉണ്ട്. വെറുതെയാണോ? ഞങ്ങളെന്താ അത്ര പൊട്ടന്മാർ വല്ലതാണോ? ഇവരെന്താ വിചാരിച്ചേക്കുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനമില്ലേ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള സ്റ്റാഫില്ലേ? GST അടയ്ക്കേണ്ടെന്നും അടയ്ക്കാനൊക്കെ പറയാം രൂപീകരിച്ചു. അതിനെന്താ കുഴപ്പം? ചെയ്യട്ടെ. ഞാൻ പറയണേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് സ്വകാര്യമായിട്ട് അന്വേഷിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. പബ്ലിക്കായിട്ട് ആ ഡോക്യുമെൻ്റ് പുറത്തേക്ക് വിടുന്നത് പൊതുജനം മുഴുവൻ അറിയട്ടെ. അതിനെന്താ തെറ്റ്? എല്ലാവരും അറിയട്ടെ. സ്വകാര്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നിട്ട് അല്ലേ ഇന്ന് എഗ്രിമെൻ്റ് വെച്ചു, നാളെ ഇന്ന് എഗ്രിമെൻ്റ് വെച്ചു, നാളെ പിന്നെ ഗവൺമെൻറ് ഓർഡർ ഇറങ്ങി എന്നാ ഇവർ പറയണേ അല്ലേ? ഓരോ കാര്യങ്ങളും പറയുന്നത്. അത് അതിനിടയ്ക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടോയെന്ന് ഇവർക്കറിയോ? അറിയാത്തതുകൊണ്ടല്ല, അത് അറിഞ്ഞില്ലെന്ന് അടിച്ചാൽ ചെയ്യാൻ പറ്റും. പറയുന്നത് മനസ്സിലായോ? എഗ്രിമെൻ്റ് വെക്കുന്നതിന് മുമ്പ് നടന്നിട്ടുണ്ടോന്നോ നടന്നില്ലെന്നോ ഇവർക്ക് ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ നടന്നില്ലെന്ന് ഇവരെങ്ങനെ ഉറപ്പിച്ച് പറയാം? അവരുടെ അടുത്ത് രേഖകളില്ല, അല്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ടാണോ? ആ ഭാഗം വലിയ മീൻ പോകുമ്പോഴേ കൊക്ക് കരയിൽ നിന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? കണ്ണടച്ചിരിക്കും. ഇങ്ങനെ ചെറിയ മീൻ വരും ഒറ്റ കൊത്ത, അതേപോലെ ഇപ്പോൾ കാണിച്ചത്. അതിൽ ഇതിനിടയ്ക്കൊക്കെ നടന്ന പല മെയിലുകളും പോയി, അത് മിണ്ടിയില്ല. ഇപ്പുറത്ത് വന്നൊരു മെയിൽ മനസ്സിലായോ? ആ മെയിലിൻ്റെ ഒരൊറ്റ കുത്ത് അത് മാത്രം എടുത്ത് അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു. അതാ ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ അലിയോട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആ ഇടയ്ക്കുള്ളതൊക്കെ ഞാൻ കളഞ്ഞു. അതിനൊന്ന് ഒന്നോ രണ്ടോ വേർഡ് ചിലപ്പോൾ നമ്മൾ സംസാരത്തിനിടയ്ക്ക് മിസ്റ്റേക്ക് പറ്റി, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ അടുത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റി, അത് മാത്രം കട്ട് ചെയ്ത് അങ്ങ് പോസ്റ്റ് ചെയ്തു. കാര്യമായിപ്പോയോ? എന്നാൽ അതിന് മുമ്പ് എന്തൊക്കെ ഉണ്ടായി വല്ലതും പറഞ്ഞോ? അത്രയേ ഉള്ളൂ. അതിൽ ഒരു റിപ്പോർട്ടർ TV പോലത്തെ ഒരു കമ്പനി ഇത്രയും ഈ ഒരു രീതിയിൽ ഒരു സ്ഥാപനം നടത്തുമ്പോൾ റോജി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും ജോസഫ് അഗസ്റ്റിനും കൂടി രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തീരുമാനിച്ചിട്ട് എന്നാൽ രാവിലെ വന്ന് നിങ്ങൾ നടത്താമെന്നാണോ? അതാണോ സ്ഥാപനം? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? നടക്കില്ല. അങ്ങനെ വിചാരിക്കണ്ടോ? ഇന്നും ഞാൻ ഇന്നലെ വയനാട്ടില എന്ന് പറയുമ്പോൾ ഇവരിവിടെ ഭീകരത കത്തുമ്പോഴും ഞാൻ ഇന്നലെ രാവിലെ പള്ളിയിലേക്ക് പോയി, അത് കഴിഞ്ഞ് പോയി തോട്ടത്തിൽ കൂടെ പോയി പഠിക്കാനെല്ലാം കണ്ട് ഹാപ്പി ആയിട്ട് വീട്ടിൽ കുറച്ച് പിന്നെ ഫുഡൊക്കെ മേടിച്ചോണ്ട് വന്ന് കഴിച്ച് ഹാപ്പി ആയിട്ട് ഞാൻ വൈകുന്നേരം വരുന്നു. ആരെങ്കിലും അറിയാവോ? അവർ ഒരാൾ പിന്നെ പള്ളിയിൽ പോയി, പിന്നെ ഇവിടെയായിരുന്നു പോയി, മറ്റൊരു വേറെ ഒരു പിന്നെ അവൻ്റെ ഫ്രണ്ട് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ കൂടെ ഇച്ചിരി കറങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആയിട്ട് പുള്ളി 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു ഇവർ. ആർക്കെങ്കിലും പ്രശ്നമുണ്ടായി? ഞങ്ങൾ വീട്ടിൽ പോലും ഇന്നുവരെ ചർച്ച ചെയ്തിട്ടില്ല ഈ വിഷയം. അത്രയേ ഉള്ളൂ. ഞങ്ങൾ അതിൽ കൂടുതൽ ഇതിനൊരു ഗൗരവം കാണുന്നില്ല. പിന്നെ ഇപ്പം ഇന്നലെയൊക്കെ കാണുമ്പോൾ ആൾക്കാർ കുറച്ച് കൂടുതൽ ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടാവും, എന്തിയാ അവരെന്ത് ചെയ്യുന്നത്? ഇവരുടെയൊക്കെ ധാരണ മറ്റേ ഒരു എഴുതി കാണിച്ച പോലെ ആയിരിക്കും. സത്യം അതുമല്ലാണോ? ആരോടെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇതെന്താ ജാമ്യമില്ലാത്ത വാറണ്ട്? ഏത് കോടതി? ആ മഹാമാന്യനും തെളിയിക്കണ്ടേ ഈ പറയുന്നവന്മാർ? അപ്പം കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേ കയറങ്ങെടുക്കും. കാളയല്ലേ, അത് പ്രസവിക്കുമെന്ന് അറിഞ്ഞിട്ട് കയറെടുത്തുകൊണ്ട് പോയിക്കൂടെ? കാള അല്ലേ സാധനം, അതൊന്ന് പ്രസവിക്കുമെന്ന് നോക്കിക്കൂടെ? കയറെടുത്തിട്ട് പോകും. അശ്വത്ഥാത്മ കഥ കുഞ്ചര എന്നവർ അത് മുഴുവൻ കേട്ടില്ല. അശ്വത്ഥാത്മ കഥയെ കേട്ടുള്ളൂ, ബാക്കി കേട്ടില്ല. കേൾക്കാത്തതുകൊണ്ടല്ല, കേട്ടില്ലെന്ന് നടിച്ചു, അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ അത് പറഞ്ഞാൽ മതി, കുഞ്ചരാന്നും കൂടി അങ്ങ് പറഞ്ഞാൽ മതി. എന്നിപ്പോൾ സംഭവിക്കുമോ? അപ്പം ഒരാളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഒരു അവസരം നോക്കുമ്പോൾ എന്നാലേ മറ്റാൾ ഓടി വരുള്ളൂ, അവനെ വെടിവെച്ച് കൊല്ലാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അമ്പ ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പണിയാണ്. അത് കേട്ടപ്പാടെ ഓടിച്ചെന്നയാളെ അമ്പ ചെയ്ത് കൊന്നു. മനസ്സിലായി പറഞ്ഞത്? അത്രേ ഉള്ളൂ. എന്നിട്ട് അവിടെ ചെന്നിട്ട് കാളയല്ലേ അത് പ്രസവിക്കലെന്ന് പറഞ്ഞ് കയറുകൊണ്ട് ഓടിപ്പോയവന്ന് തിരിച്ചു വന്നിട്ട് കാര്യമുണ്ടോ? അതല്ലേ ഇവരിപ്പോൾ ചെയ്തേക്കണേ. കാളയല്ല അത് പ്രസവിക്കലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പോയപ്പോൾ കാള പറ്റുന്ന ഇടത്തുള്ള കയറെടുത്തുകൊണ്ട് എല്ലാവരും കൂടെ ഓടി. ഏതൊരു സിനിമയിൽ, ആരുടെ സിനിമയിലാണെന്ന് സലീം കുമാർ ഒരു കഥ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഓടിക്കുമെന്ന്. എല്ലാവരും ഓടണമുണ്ട്, കൂട്ടത്തിൽ ഇവർ ഓടി. ലാസ്റ്റ് സലീം കുമാർ ഓടിയ. അപ്പോൾ ഈ കഥ പറഞ്ഞവനും ഓടുക. പിന്നെ അതെന്തിനാന്ന്? അല്ല അഥവാ ബിരിയാണി കൊടുത്താലോ എന്ന് ചോദിച്ചു ഓടുന്ന പോലെ. അതുകൊണ്ട് ഇവർ ഒരുത്തം തുടങ്ങി ബാക്കി എല്ലാവരും ഓടി. ലാസ്റ്റ് അവനും ഓടി. എന്തിനാ ഇവരുടെ കൂടെ? അഥവാ കൊടുത്താലോ ഒന്ന്. അത്രയും വിവരം നമ്മളതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിൻ്റെ അപ്പുറത്ത് നമ്മളിതൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഓണക്കാലം, നല്ല സന്തോഷമുള്ള ടൈം. ജനങ്ങളുടെ മുമ്പിലേക്ക് വെറുതെ ഒരു വിദ്വേഷവും വിപരീതവും ഒരു വൈരാഗ്യ ശത്രുതയും കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ഭീകരമായിട്ട് കുറേ ഇത് വല്ലതും നടന്നതാണോ? അല്ലെങ്കിൽ സ്റ്റേഡിയം ഞങ്ങൾക്ക് എന്തിനാ? ഞങ്ങൾ അതിൻ്റെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ? അവിടെ അപ്പളേക്ക് മരമുറി ഉണ്ടാക്കി. എന്തായാലും മരമുറി അതിൽ വല്ല സത്യമുണ്ടോ?
ഇപ്പോൾ ആ മരം ഞാൻ പറഞ്ഞല്ലോ, ഇനി ഞാനതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാൽ എങ്കിലും പറഞ്ഞുതരാം. ഞങ്ങൾ അമ്മ മരിച്ച ദിവസമാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് ആണല്ലോ. പബ്ലിക്കായിട്ട് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരാളും കേൾക്കാത്തില്ല. ഇനി എൻ്റെ വീഡിയോ കേൾക്കുന്നവരും കേട്ടോട്ടെ. ഞാൻ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അതുകൂടി ഇന്ന് അവർ പറയുക അതില്ല, അവർക്ക് പരാതിയില്ലാന്ന്. അപ്പോൾ എന്തിനാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തത്? ഈ അലിയാണെങ്കിലും ചോദിക്കണം, നിങ്ങൾ ഒരു അവസരം ആ മന്ത്രിയോടൊന്ന് ചോദിക്കണം, ഫോറസ്റ്റിൽ നിന്ന് ഒരു മരം പോയിട്ടില്ലെങ്കിൽ എന്തിനാ അവർ അറസ്റ്റ് ചെയ്തു? ക്വസ്റ്റ്യൻ ഇല്ലേ അലി? ഇല്ലേ? ഇപ്പോൾ അവരെന്താ മന്ത്രി 1000 വട്ടം പറയുന്നുണ്ടല്ലോ അവരങ്ങനെ ചെയ്തിട്ടില്ല, ഫോറസ്റ്റിൽ നിന്ന് പോയിട്ടില്ല. എന്തിനാ അറസ്റ്റ് ചെയ്തത്? ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ അവിടെ? അപ്പം എന്തെങ്കിലും കാണിക്കാം. അപ്പം നിങ്ങൾ ഡാമേജിന് പോയിക്കോളെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന് ചെയ്തു തരാൻ പറ്റുമോ ആ ഡാമേജ്? എന്താ നമ്മൾ ചെയ്ത് തെറ്റ്? വെറുതെ ഇതേപോലത്തെ ഒരു ഭീകരത ഉണ്ടാക്കി, കുറച്ച് പ്ലാൻഡ് ഓപ്പറേഷൻ. അങ്ങനെയല്ലേ ഈ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തത് മുഴുവൻ അങ്ങനെയല്ലേ? എന്നിട്ട് എന്താ കാര്യം? 1, 2, 3 വല്ലതും ആണോ കാട്ടിക്കുട്ടി? അവർക്കെന്ത് നേടി? അപ്പം ഞാൻ മനസ്സിലാക്കി നമുക്ക് അത്രയും വലിപ്പമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ നിറച്ച് മാങ്ങ എടുക്കുക. നമ്മൾ ഇത്രയും വലിപ്പമുള്ള എറിയുമ്പോൾ മിനിമം ഒരു എറിയണ്ടേ? ഒരു മാങ്ങയെങ്കിലും വീഴുമെന്ന് അറിയാൻ വേണ്ടി എറിഞ്ഞു നോക്കണേ. അല്ലെങ്കിൽ ഇവരൊക്കെ എറിയുന്നതിൻ്റെ അവരുടെ കല്ലെത്തുന്നതിൻ്റെ മുകളിലാണ് ഞങ്ങൾ. അത് ഇവർ മനസ്സിലാക്കണം. അവർക്ക് എറിയാൻ പറ്റുന്ന ലിമിറ്റുണ്ട് എത്രയാണെങ്കിൽ. കാക്ക വന്നു എന്നും പറഞ്ഞ് പരുന്ത് കുറച്ചുകൂടി മുകളിലോട്ട് പോകും. കാക്ക ഒരു പരിധി കഴിഞ്ഞാൽ ശ്വാസം മുട്ടി താഴേക്ക് തന്നെ വരും. പരുന്തിന് വല്ല പ്രശ്നമുണ്ടോ? അത്രയേ ഉള്ളൂ. അത്രയും കണ്ടാൽ മതി. അത്ര പോലും ഞാൻ അത്ര പോലും കാണുന്നില്ല ഇതിക്കുള്ളിൽ. കാക്കയെ ഒരു പരുന്ത് കയറി പോകുമ്പോൾ എന്താ സംഭവിക്കുക പറയുന്നത് മനസ്സിലായോ? പരുന്തിൻ്റെ പുറകെ ഇപ്പം കുത്തുന്ന പറഞ്ഞാൽ കൂട്ടത്തോടെയൊക്കെ വരും. കൂട്ടത്തോടെ കാക്ക ഒരു പരുന്ത് പോകണം കണ്ടു കഴിഞ്ഞാൽ പരുന്തിന് വല്ല പ്രശ്നം ഉണ്ടോ? അത് ഇച്ചിരി മേലെ പോവും. കാക്കയ്ക്ക് പറഞ്ഞു ആശ് മേഘത്തിൻ്റെ മുകളിൽ കാക്കയ്ക്ക് നിൽക്കാൻ പറ്റുമോ? അവർ താഴേക്കെല്ലാം കൂടി വരും, താഴേക്ക് പതിക്കും. അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഇതൊന്നും കാണണ്ട. നമ്മൾ ആ മീനിങ് അവന് കൊടുത്തേച്ചാൽ മതി. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല. അത്രേ ഉള്ളൂ. അസൂയയും കുശുമ്പും. ഇവർ വെച്ച കെണിയിലൊന്നും നമ്മൾ പോയി വീഴിയല്ല. നമുക്കങ്ങനെ വീഴേണ്ട കാര്യമില്ല. ഇവരിങ്ങനെ കെണി വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയ കാണാറില്ല, ഞാൻ നോക്കാറില്ല. ഇവർ വെച്ച കെണിയിൽ വീണിട്ട് വേണ്ട, അത് കണ്ടിട്ട് വേണ്ട അവരോട് മറുപടി പറയാൻ. ഞാൻ കാണാറില്ല. എല്ലാവരും പറയണം അവൻ അങ്ങനെ പറഞ്ഞു, മറ്റവൻ ഇങ്ങനെ, അത് കേൾക്കാൻ പോലും പറ്റില്ലാത്ത രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കത് എന്തിനാണ് നിങ്ങൾ എന്നോട് പറയണേ? ഞാനത് കേൾക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ഇത് എന്തായാലും 1/2 മണിക്കൂർ എന്നെക്കുറിച്ച് കേട്ടല്ലോ, ഹാപ്പിയാണ്. അവൻ എന്ത് പറഞ്ഞാലും, നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും കേട്ടല്ലോ, ഞാൻ ഹാപ്പിയാണ്. അതാണ് എൻ്റെ പോളിസി. അപ്പോഴും ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. എന്തായാലും എല്ലാത്തിനും ഉദാഹരണത്തോടുകൂടിയാണ് പറയുന്നത്. ഉദാഹരണമല്ല, സത്യസന്ധമായ മറുപടിയാണ്. നമ്മൾ പഴഞ്ചൊല്ലുകളുണ്ടെന്നാ പറഞ്ഞത്. പഴഞ്ചൊല്ലുണ്ടല്ലോ, അതിൽ പതിരില്ലെന്നാ പറയാ. പഴഞ്ചൊല്ലിൽ പതിരുണ്ടോ? പണ്ട് കാരണവന്മാർ പഠിപ്പിക്കണം. എൻ്റെ വല്യപ്പൻ എന്നെ കൊണ്ടു നടന്നുകൊണ്ടിരുന്നതാണ്. അന്ന് മുതലേ ഇവർ പോയടത്ത് കൂടെ ഒന്നും അല്ലല്ലോ. ഇവരൊക്കെ ഇപ്പോൾ പോയ സ്കൂളിൽ കൂടെ ഒക്കെ നമ്മൾ 40 വർഷം മുമ്പ് പോയതാണ്. 40 വർഷം മുമ്പ്. ഇവരിപ്പോഴല്ലേ സ്കൂളിൽ കൂടെ പോകാൻ തുടങ്ങി? ഈ സ്കൂളിലൊക്കെ 40 വർഷം മുമ്പ് നമ്മൾ പോയതാണ്. അപ്പം ഇവർ ഇപ്പോൾ എത്ര കാണിച്ചാലും ഇത്രേ കാണിക്കാൻ പോകുന്നുള്ളൂ. ഇവർ ഇത്രേ പറയാൻ പോകുന്നുള്ളൂ. ഇവർ സത്യവും നീതി ഇല്ലാതെ എന്ത് വേണേലും കാണിക്കാം. അവർക്ക് എന്ത് വേണേലും ചെയ്യാമെന്നേ. അവർ ചെയ്തോട്ടെ. അതിന് നിയമമുണ്ട്, കോടതികളുണ്ട്, വകുപ്പുണ്ട്, കാര്യങ്ങളുണ്ട്. അവർ നിയമം വെച്ചിട്ട് ചെയ്യട്ടെ. ഉണ്ടായതൊന്നുമല്ലല്ലോ കാണിക്കട്ടെ. നമ്മൾ ഇവരോട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, താല്പര്യമില്ല. മനസ്സിലായോ? അവർക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യട്ടെ. അവരതിന് തരുമ്പോൾ അതിന് ലീഗലി കൊടുക്കേണ്ട മറുപടി ആണെങ്കിൽ ലീഗലി മറുപടി കൊടുക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ ബാക്കി. പിന്നെ ഒരാളോട് അന്വേഷിക്കേണ്ടെന്ന് പറയേണ്ട ബാധ്യതയൊന്നും നമുക്കില്ല. അവരന്വേഷിച്ചിട്ടേ. അതിന് ആർക്ക് പരാതി? നമ്മൾ ആരോടെങ്കിലും നിങ്ങൾ അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സ്റ്റേക്ക് പോവോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇതൊന്നും നമ്മൾ ചെയ്തില്ലല്ലോ. അവരന്വേഷിക്കട്ടെ. സത്യമുള്ളവനും നീതിയുള്ളവനും സത്യത്തോടു കൂടി നിൽക്കുന്നവനും അതിൻ്റെ അകത്ത് എന്തെങ്കിലും കള്ളത്തരോ കബളിപ്പിക്കലോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എടുത്തോണ്ട് വന്ന് മേടിച്ചുകൊണ്ട് വരുമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അവരന്വേഷിക്കട്ടെ. അതിനെന്താ പ്രശ്നം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ബഹുമാന്യരായ നേതാക്കന്മാരും അല്ലെങ്കിൽ ഭരണാധികാരികളും എന്താ ചെയ്യേണ്ടത്? ബഹുമാന്യരായ ഭരണാധികാരികൾ എന്താ ചെയ്യേണ്ടത്? പബ്ലിക് ഇത് സ്വകാര്യമായിട്ട് അന്വേഷിക്കണ്ടല്ലോ. അലിയുടെ ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ അതിൽ സ്വകാര്യമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? പകുതി പറയലല്ല, മുഴുവൻ പുറത്തേക്ക് വിടണം. അല്ലേ? കായിക മന്ത്രി എന്താ പറഞ്ഞത്? ചലഞ്ചല്ല, ഇതെന്താ റിയാലിറ്റി ഷോ ആണല്ലേ? ഇത് റിയാലിറ്റി ഷോ ആണ്. അല്ലാതെ അയാൾക്ക് തോന്നിയിട്ട് കാര്യമുണ്ടോ? അവരുണ്ടാക്കിയ റിയാലിറ്റി അല്ലേ ഇതൊക്കെ. ആ റിയാലിറ്റി ഷോയിൽ ഒരു ചലഞ്ച് ഏറ്റെടുക്കണ്ടേ അവർ? ഇതാണെന്ന് പറഞ്ഞിട്ട് അല്ലേ? ഇത് റിയാലിറ്റി തന്നെയാണ്. റിയാലിറ്റി ഷോ അല്ലാതെ പറഞ്ഞു ഞങ്ങളുമായിട്ടില്ല. അതായിക്കോട്ടെ, ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ടുമില്ല. പക്ഷെ അവരോടല്ല എന്ന് അവർ പറയരുത്. കാരണം എന്തുകൊണ്ടെന്നറിയോ?
റിയാലിറ്റി പറഞ്ഞ് ചലഞ്ചല്ല പറഞ്ഞ് അവരോടല്ല എന്ന് പറഞ്ഞു. അവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് അത് നടന്നില്ലെങ്കിൽ, അങ്ങനെ വിജിലൻസ് കേസും ഒക്കെ വരാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും മന്ത്രിമാരുണ്ടാവുമോ? എല്ലാവരും അകത്തായിരിക്കില്ലേ? ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടാവുമോ? എല്ലാവരും അകത്തായിരിക്കില്ലേ? ഇപ്പം ഞാൻ ചെയ്യുന്നത് നിനക്ക് ശരിയാണെന്ന് തോന്നിക്കണമെന്നുണ്ടോ? അങ്ങനെയാണോ BJP ഗവൺമെൻറ് UDF നമ്മുടെ UDF ഗവൺമെൻറ് വന്നപ്പോൾ ചെയ്ത കാര്യം LDF ഗവൺമെൻറ്റിന് മാറ്റം വരുത്തി കളയാൻ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഗവൺമെൻറ് ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും മന്ത്രിമാരുണ്ടാവുമോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടാവുമോ? ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനക്ക് തെറ്റ് ചെയ്തവനെ മാറ്റി നിർത്തിയിട്ട് തെറ്റോ ശരിയോ ചോദിക്കാതെ പിറ്റേ ദിവസം തന്നെ അവന് അപ്പോയിൻമെൻറ്റ് കൊടുത്ത് മാറ്റി നിർത്തിയിട്ട് ആ ഡോക്യുമെൻറ്റുകൾ എടുത്തിട്ട് അയാളെ പിടിച്ച് അപ്പോയിൻമെൻറ്റ് ചെയ്ത് അയാളെ കൊണ്ട് ഒരു നോട്ട് ഉണ്ടാക്കിച്ചിട്ട് നടപടി എടുക്കുന്നുണ്ടെങ്കിൽ ആ നടപടി എടുത്ത് ശരിയോ തെറ്റൊന്ന് അന്വേഷിക്കണ്ടേ? അത് ശരിയാണോ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ? എന്നിട്ട് ഇപ്പുറത്ത് മാറി എന്നിട്ട് മറ്റവൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ടിരിക്കും. അതാണോ? ഭയങ്കര ഘോരം. പിന്നെ ശത്രുത മനോഭാവത്തോട് കാണിക്കേണ്ട കാര്യം നമ്മളാരോടും എന്തൊരു ശത്രുത കാണിക്കാൻ പോകുന്നുണ്ടോ? അങ്ങനെ ജെന്യുവനായിട്ട് ചെയ്യട്ടെ. അതിനെന്താ പ്രശ്നം? ജെന്യുവനായിട്ട് ഇവരെന്ത് കാര്യങ്ങൾ ചോദിച്ചാലും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുള്ള അത്രയും കാലം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ ഉദാഹരണം ഇനി കൂട്ടി പറയുന്നില്ല, അതിൽ ഞങ്ങൾക്ക് ഡൗട്ട് ഇല്ലാത്തടത്തോളം കാലം ഇവരെന്ത് കാണിച്ചാലും ഞങ്ങളെ പക്ഷേ പ്രശ്നമില്ല. മനസ്സിലായി പറഞ്ഞേ? ആ പിതൃത്വത്തിൽ ഞങ്ങൾക്ക് ഡൗട്ടില്ലാത്ത എൻ്റെ അപ്പൻ അഗസ്റ്റിനാണ് അതല്ലോ, MM അഗസ്റ്റിൻ എന്ന് പറയാം, അപ്പച്ചൻ എന്ന് പറയാം. എൻ്റെ അപ്പച്ചൻ അഗസ്റ്റിനാണെങ്കിൽ എനിക്ക് ആ ഡൗട്ടില്ലാത്തടത്തും കാലം എൻ്റെ അപ്പനാകാനും അല്ലെ ആ അപ്പൻ്റെ മകനാകാനും ഇവരെ കൊണ്ട് ആരെ കൊണ്ടും പറ്റിയല്ലോ. അപ്പോൾ ആ അപ്പൻ്റെ മകനെങ്കിലും മിനിമം ആകണം, അല്ലെങ്കിൽ അതിനടുത്തെങ്കിലും വരണം ഈ കാര്യങ്ങളൊക്കെ ജെന്യുവനായിട്ട് ചെയ്യണമെങ്കിൽ. ഇല്ലെങ്കിൽ ഈ കണ്ടത്തിൽ മാപ്പിളയൊക്കെ കാണിച്ച പോലത്തെ പരിപാടിയൊക്കെ കാണിച്ച് അടിയിൽ കൂടെ പണിയെടുത്ത് ഒരു കള്ള ന്യൂസ് ഉണ്ടാക്കി അതങ്ങ് പൊലിപ്പിച്ച് വലുതാക്കി അതിൻ്റെ മുകളിലൊരു പരസ്യം മേടിച്ച് അതിൻ്റെ മുകളിലൊരു ഇത് ചെയ്ത് അതിന് വേണ്ടി എന്നിട്ട് ആ ന്യൂസ് അങ്ങ് മുക്കുക അടിയിൽ കൂടെ. ബാക്കിയുള്ളവന്മാരൊന്നും പറയുന്നില്ല, ഇവന്മാരൊന്നും വാല്യൂ അത്രേ ഉള്ളൂ. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കാരിൻ്റെ ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അത് മേടിച്ച് ബാക്കിയുള്ള യൂജേഴ്സിൻ്റെ അടുത്തൊന്നും അങ്ങനത്തെ ഇല്ല. അലി നമ്മളെല്ലാം അധ്വാനിക്കുന്ന കൂട്ടത്തിലാണ്. അവരെ പറ്റിച്ച് ഒരാളുടെ പേരും പറ, എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്? പിന്നെ ഇതിനൊക്കെ എപ്പോഴും രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് നമ്മൾ മറുപടി പറയണോ? എന്താവശ്യത്തിന് എൻ്റെ സമയം, ഇത് കേൾക്കുന്നവരുടെ സമയം, മറ്റുള്ളവരുടെ സമയം കളയേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആകെ ലൈഫ് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് തരും. അങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. എനിക്ക് തോന്നുന്നു മനസ്സ് തുറന്ന് കുറേ സംസാരിച്ചു. അല്ലേ, നമുക്ക് കളങ്കമില്ലല്ലോ. നമ്മളെന്തിനാ മനസ്സ് തുറക്കാതിരിക്കേണ്ട കാര്യം? സന്തോഷമായിട്ടിരിക്കുന്നു, എല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നു, സന്തോഷത്തോടെ പോവുക. ഈ ഭൂമിയിൽ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഇനി പോയവരാരും വന്നിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാവുമെന്നും, ഞാൻ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം മരിച്ചവരാണെന്നും, എൻ്റെ മകനാണ് അല്ലെ എൻ്റെ അപ്പനാണ് അപ്പൻ്റെ അപ്പനാണെന്നൊന്നും ആരും വന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ഈ ഭൂമി ഒരു ലൈഫ്, അത് നമ്മൾ ഹാപ്പിയായിട്ട് നമുക്കൊരു പോളിസി ഉള്ളൂ. സീസണിനും ദൈവത്തിനും കൊടുക്കാവുന്ന ഒരു പോളിസി നമുക്കുണ്ട്. ബാക്കി ഞങ്ങൾക്ക് മതി. ചാരിറ്റി കൊടുക്കേണ്ട ചാരിറ്റിയും കൊടുക്കും, സീസണിനുള്ള സർക്കാരിന് കൊടുക്കേണ്ട സർക്കാരിന് കൊടുക്കേണ്ടതാണെങ്കിൽ ഞങ്ങൾ കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുത്താൽ പോരെ? ഇല്ലല്ലോ. അല്ലാതെ മൊത്തം വിഴുങ്ങണം എന്നുള്ള ചിന്താഗതി ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുമോ? നിൽക്കുമോ? പറ. ഞാൻ എത്ര തൊഴിൽ കൊടുക്കും, എത്ര പേരെ കൂട്ടത്തിൽ കൊണ്ടിറക്കും, മറ്റുള്ള രീതിയിലൊക്കെ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ സീസണിനുള്ളത് കിട്ടും. സീസണിൻ്റെ ആണെങ്കിൽ സീസൺ അല്ലാത്ത പിടിച്ചു മേടിക്കാൻ സീസൺ എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അർഹതപ്പെട്ടതല്ലേ മേടിക്കാൻ ആവശ്യമുള്ളൂ. അതേപോലെ അത് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യം. ഓരോ വിവാദങ്ങളുടെയും വിവാദങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിലൊന്നും വലിയ കഥയില്ല. ലാസ്റ്റ് പിന്നെ അയ്യോ അയാൾ നീതിമാനാന്ന് പറയും. അതിന് വലിയ കാര്യമുണ്ടോ? പറ്റേണ്ട എല്ലാവർക്കും ഡാമേജ് പറ്റിയിട്ട് അന്ന് നീതിമാനാന്ന് പറയുന്ന ആളുകളിൽ പകുതി ആൾക്കാരും അന്ന് കുറ്റമാണെന്ന് കണ്ട പകുതി ആൾക്കാർ ഈ നീതിമാനാന്ന് പറയുമ്പോൾ ഇല്ല. അവരോട് എങ്ങനെ മറുപടി പറയും? കുറ്റവാളിയാന്ന് പറയുന്ന സമയത്തുള്ള പകുതി ആളുകളുണ്ടോ നീതിമാനെന്ന് പറയുമ്പോൾ? ഇല്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടല്ലേ ഇവർ ഈ പരിപാടിയൊക്കെ കാണിച്ചത്, തെറ്റായിട്ട് കാണിച്ചത്. ഇവരൊക്കെ ഈ GST വെട്ടിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള വെട്ടിച്ചു. ഇവരൊക്കെ GST ഞാൻ പറഞ്ഞില്ലേ, ആൻ്റെ ഒന്നാൾ പറഞ്ഞ പോലെ ChatGPT നോക്കി കഴിഞ്ഞാൽ അവരുടെയൊക്കെ GST വെട്ടിച്ചതിൻ്റെ ലിസ്റ്റൊന്നും എടുത്ത് നോക്കി. നമ്മളെവിടെയെങ്കിലും എന്നാൽ പിന്നെ റിപ്പോർട്ടർ TVയുടെ GST വെട്ടിച്ച ലിസ്റ്റ് നോക്കി. ഇവർ പറയുന്ന ഒരു വെട്ടിച്ചു എന്ന് പറയുന്ന GST വെട്ടിച്ച ലിസ്റ്റ് നോക്കുമ്പോൾ അവർ വെട്ടിച്ചു എന്ന് പറയുന്ന ഒരു കള്ളത്തരമല്ലാതെ സത്യം വല്ലതും ഉണ്ടോ? നീതി വല്ലതും ഉണ്ടോ?
പിന്നെ ഭരണാധികാരികൾക്ക് എന്ത് വേണേലും പറയാം, അവർക്ക് പറയാം. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾ ശത്രുവാണെങ്കിൽ ശത്രുവായിട്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ ശത്രുവായിട്ട് അങ്ങ് കണ്ടിട്ട് അവനെ തീർത്ത് കളയാമെന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് അവരങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മളതൊന്നും അതിൽ കൂടുതൽ കാണുന്നില്ല. തെറ്റായിട്ട് കാണിക്കുന്നവൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കും, ശരിയായിട്ട് കാണിക്കുന്നവൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. തെറ്റായിട്ട് കണ്ടിട്ട് നമ്മൾ ആരെയും പേടിക്കണം? നമ്മൾ തെറ്റ് ചെയ്താൽ പേടിക്കണം. തെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തിനാ ആരെയും പേടിക്കണേ? നമ്മൾ എല്ലാവരുടെ മുമ്പിൽ മാന്യമായിട്ട് നിവർന്ന് നിന്ന് നടക്കാൻ പറ്റുമല്ലോ. അപ്പം നമ്മളുടെ കൂട്ടത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, നമ്മൾ സ്നേഹിക്കുന്നവരുണ്ടാവും. പിന്നെ എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും ഞങ്ങളൊരു ഇഷ്ടമാണ്. ഏത് രീതിക്കാണെങ്കിൽ അവർ എങ്ങനെ അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. ഒരാൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിവരമൊക്കെ എല്ലാം അങ്ങനെയല്ലേ തീരുമാനിക്കുന്നത്. അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നാലും എല്ലാം സൂപ്പർ. അപ്പം ഒത്തിരി സംസാരിച്ചു. വളരെയധികം സന്തോഷം ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞതും കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിഞ്ഞാലും. ഈ ഓണം ഗംഭീരമായിട്ട് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കട്ടെ. പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അത്രേ ഉള്ളൂ. പാപം ചെയ്ത് കല്ലെറിയട്ടെ. സന്തോഷം. ലോകം മുഴുവനുമുള്ള എല്ലാ മലയാളികൾക്കും റിപ്പോർട്ടർ ടിവിയുടെയും ഞങ്ങളുടെ ബ്രദേഴ്സിൻ്റെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.